നമ്മുടെ ഈ എപ്പിസോഡിൽ ഒരു ഗസ്റ്റ് ഉണ്ട്. ഞാൻ എന്റെ ഫ്രണ്ടായ മനോജേട്ടനാണ് ഈ എപ്പിസോഡിൽ നമ്മുടെ മനോജേട്ടന് ഈ പറഞ്ഞ പോലെ കുറെ ബിസിനസ് പരിപാടികളുണ്ട്, ഒരു ടൂറിന്റെ പരിപാടി ഉണ്ട്. അത് മനോജേട്ടൻ തന്നെ പറയായിരിക്കും. മനോജേട്ടന്റെ ഒരു ലേറ്റസ്റ്റ് പരിപാടിയാണ് ഈ സ്ലിപ്പ് മീ എന്ന് പറയണ ഈ ഒരു പ്രൊഡക്റ്റ്. ഞാൻ മനോജേട്ടൻ നമ്മുടെ ഫുഡ് ഗ്രേഡ് മനോജേട്ടൻ നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്ന ഒരാളാണ്. അപ്പൊ മനോജേട്ടൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ എപ്പിസോഡിന്റെ സ്പോൺസറും മനോജേട്ടന്റെ കമ്പനിയാണ് സ്ലിപ്പ് മീ. എന്താണ് ജോൺ സ്ലിപ്പ് മീ? മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ലവ് കട്ട്ലേറ്റ് വന്നപ്പോ പോലും ആൾക്കാർ പ്രോഡക്റ്റ് എന്റെ അടുത്ത് ഇത്രയും ചോദിച്ചില്ല. ലവ് കട്ട്ലേറ്റ് നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത സമയത്ത് എല്ലാവർക്കും ഒരേ കട്ട്ലേറ്റ് മതിയായിരുന്നു. ഈ സ്ലിപ്പ് മീ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തപ്പോ എല്ലാവർക്കും ഇതൊരു 3-4 പാക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനോജറിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് 4 കൊല്ലം. ഇതിന്റെ മാർക്കറ്റിംഗ് സമയത്ത് നമ്മുടെ ജോജോക്സ് ചാനലിൽ സർക്കേറ്റിലാണ്ട് പോയിട്ടിരിക്കുന്ന പരിപാടിയാണ്. മനോജേട്ടൻ എന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, എടാ എനിക്ക് നിങ്ങളുടെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഒരു കാര്യം ഇങ്ങനെ ഒരു സംഭവം സംസാരിക്കണ്ട്. ചേട്ടൻ പറഞ്ഞു, അല്ല ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ശരി നമുക്ക് നേരിട്ട് വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചേട്ടന്റെ അടുത്ത് ഞാൻ വീട്ടിലേക്ക്, ചേട്ടന്റെ സ്ഥലം തൃശ്ശൂരാ, ചേട്ടൻ ആ വഴിക്ക് പോകുമ്പോൾ വീട്ടിൽ വരാൻ ഞാൻ വീട്ടിലുണ്ട് തന്നെ. അപ്പൊ വീട്ടിൽ വന്നപ്പോ ചേട്ടൻ വേണ്ട നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. അപ്പൊ ചേട്ടൻ എന്താ പരിപാടി? അപ്പോഴാണ് ചേട്ടൻ ഈ പ്രൊഡക്റ്റ് പറ്റി പറയണത്. എനിക്ക് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞതാ, നീ ഈ സാധനം നോ പറയുന്നതാണ് എനിക്ക് ഉറപ്പുള്ളത്. അതായത് ഈ സാധനം ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ സമ്മതിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ട്രൈ ആണ്. നിനക്ക് ഇതിലെ ഒരു കോമഡി ലെവലിൽ ഈ സാധനത്തിനെ ആൾക്കാരിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നോക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ആ സമയത്ത് ചേട്ടാ ഒന്ന് നോക്കാം, എനിക്കും ഈ സാധനം എങ്ങനെയാ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇതിനെ വെച്ച് എങ്ങനെയാണ് ഇതിനെ അറൗണ്ട് ഒരു കോമഡി ഒരു ഇതിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് ചേട്ടാ ഈ പറയുന്ന വിഷയം ഒരു നോർമലൈസ് ആയി തുടങ്ങുന്നിടത്ത് ചിലപ്പോ എല്ലാവരും ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും, ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടി. ഇതൊരു 4 കൊല്ലം മുമ്പ് തീരെ നോർമലൈസ്ഡ് അല്ല. അല്ല, അന്ന് ജോയിൻ ചെയ്യണ കണ്ടന്റിൽ കൂടുതലും ഫാമിലി ക്രൗഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ ഒരുമിച്ചിരുന്ന് കണ്ടിച്ചിരിക്കണ പോലത്തെ കണ്ടന്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ബാച്ചിലർ ജോക്സ് ഒന്നും സ്റ്റാൻഡപ്പ് കോമഡിയൻസ് ഒന്നും തീരെ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഫാമിലി ഇതാണ് അപ്പൊ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു പേഴ്സണൽ ലൂബ്രിക്കന്റ് ആണ് പ്രൊഡക്റ്റ്. അപ്പൊ അതായത് ഓരഞ്ഞ് തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷെ ഈ എപ്പിസോഡ് തീ കത്തും. ഇത് ഇവിടുന്ന് ഈ പറയുന്ന പേഴ്സണൽ ഹൈജീൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രഷർ പ്രൊഡക്റ്റ് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വരുന്നത് എപ്പോഴാണ്? 2017-18 സമയങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ലൂബ്രിക്കൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഞാനതിനെപ്പറ്റി അവെയർ ആവുന്നത്. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിനുള്ള കുറച്ച് പ്രോബ്ലംസ് ഞാൻ അന്ന് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രൈസ് ഭയങ്കര കൂടുതൽ. അതായത് സാധാരണക്കാർക്ക് ആ ഒരു പേഴ്സണൽ ലൂബ്രിക്കൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് 400-500 രൂപ കൊടുത്ത് മേടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറ്റിക്കോണം നിർബന്ധമില്ല. ഇതിനെപ്പറ്റി അറിയോ? എനിക്ക് സംശയമുണ്ട്, അറിയാമെന്നുള്ള സംശയമുണ്ട്. ഇതൊരു ആവശ്യമാണെന്നുള്ളത്. എന്താണ് ദീപകെ, എന്താണ് ലൂബ്രിക്കന്റിന്റെ ആവശ്യം? എന്താണ് ദീപകിന് കുറെ സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദീപക് ലൂബ്രിക്കന്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഏത്? ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ജോൺ ജോർജ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല ഉപയോഗിച്ചിട്ടില്ല. ജോൺ നാച്ചുറൽ ആണ്. ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ദീപക് ഉപയോഗിച്ചിട്ടില്ല. അപ്പം 2-2 നമ്മുടെ 2-2 ഇതിന്റെ. അപ്പം ഇന്ത്യൻ അല്ല കേരള ജനതയിൽ പകുതി ഞാനാണെങ്കിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അവന് ഇതൊക്കെ ഉപയോഗിക്കാനുള്ള സാവകാശം കിട്ടണില്ല. ചെറിയ തോതിൽ റഷ് അല്ലല്ല, ഞാനാണെങ്കിൽ ഇത് അന്വേഷിച്ച് പോകുമ്പോഴേക്കും അവന്റെ കോൺസെപ്റ്റില് ഇതിന്റെ ആവശ്യം തരാറില്ലല്ലോ. നമ്മള് അത്യാവശ്യം നന്നായിട്ട് ഫോർ പ്ലേ ഒക്കെ കഴിഞ്ഞ് പോകുമ്പോ ഈ ലൂബ്രിക്കന്റ് നാച്ചുറലി ഉണ്ടാവുന്നില്ലേ എന്നുള്ളതാണ് ദീപകിന്റെ കൺസേൺ. അതെ, ഞാനാണെങ്കിൽ ചെയ്യുന്നില്ലല്ലോ. പെട്ടെന്ന് ഇനി ഒരു ആവശ്യം വരുവാണെങ്കിൽ ലൂബ്രിക്കന്റ് ഉപയോഗിക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അല്ല, ഇതില് ഒരു തമാശ എന്താ അറിയാം. അപ്പൊ ചേട്ടൻ എന്റെ അടുത്തൊക്കെ സംസാരിച്ചു ചേട്ടൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു പ്രോഡക്റ്റ് നിനക്ക് തരാം, ഇത് നീ ഒന്ന് യൂസ് ചെയ്ത് നോക്കിട്ട് ഞാനിതെവിടെ യൂസ് ചെയ്യാൻ സൈക്കിളിലെ ചെങ്ങലയിൽ അടിക്കാനാ. 2020-21 സമയത്താണ് ജോർജ് വന്ന്
comedy ഒക്കെ ചെയ്ത് അന്ന് ഞാൻ സൈക്കിളിൽ അടിച്ചായിരുന്നു. എനിക്ക് അന്ന് ഇതിനെപ്പറ്റി ഞാനിത് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ പഠിച്ചത്. ഇതിപ്പോ ആർക്കൊക്കെ കൊടുത്തിട്ട് ഉപയോഗിച്ചോ അനീസിന്റെ അടുത്തായിരുന്നു വരണ്ടിയിരുന്നത്. അതിന് അറൗണ്ട് തന്നെ. അപ്പൊ നമുക്ക് ഈ പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇതൊരു സാധാരണക്കാരന് ഈ ഒരു പ്രശ്നത്തിനെ ഫേസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ അല്ലേ, പാമോയില്. ആ ഒരു സാധനത്തിലേക്കായിരിക്കും എല്ലാവരും പോവാ. നേരെ അടുക്കളേക്ക് കൊടുക്കും. അതെ. അപ്പൊ പപ്പടം കാച്ചേണ്ടത് പപ്പടം കാച്ചണം, മറ്റേത് കാച്ചേണ്ടത് ഇതുകൊണ്ട് കാച്ചണം. നമ്മൾ ഇതിന്റെ ടാഗിലെ തുപ്പലാണ് main. ആൾക്കാർ തുപ്പൽ ഉപയോഗിക്കാറ്. അപ്പൊ ചേട്ടൻ ഇതിന്റെ ആ സമയത്ത് തുപ്പലിന് കുറവൊന്നും ഇല്ലല്ലോ. ഇതിന്റെ ഒരു 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 ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്നും അറിയാത്ത ഒരാളെ ഇതിനെ പറ്റി ഒരു എഡ്യൂക്കേറ്റ് എന്താണ് സംഭവം എന്നുള്ളത് പറയാം. ഇപ്പൊ ഈ ലൂബ്രിക്കൻസ് പറഞ്ഞ സംഗതി ബേസിക്കലി ഇപ്പൊ ഞാൻ ഈ ഇന്ത്യയിലല്ല വേൾഡിൽ എവിടെ ആയാലും 3 ടൈപ്പ് പേഴ്സണൽ ലൂബ്രിക്കൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരെണ്ണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഓയിൽ ബേസ്ഡ് ലൂബ്രിക്കൻസ് ആണ്. ആ ഓയിൽ ബേസ്ഡ് ലൂബ്രിക്കൻസ് എന്ന സംഗതി ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ആയുർവേദിക് ഫോർമുലേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാം റോങ് ക്ലെയിംസും അതുപോലെ ഈ പറഞ്ഞ തെറ്റായ വാഗ്ദാനങ്ങൾ അങ്ങനെ തന്നെ പറയണം. അതായത് സമയം കൂടുതൽ കിട്ടുന്നോ, ശക്തി കൂടുതൽ കിട്ടുന്നോ, അല്ലെങ്കിൽ സ്റ്റാമിന കൂടുതലുണ്ടോ, അങ്ങനെ ക്ലൈമാക്സ് റിലീസ് പ്രയോ അങ്ങനത്തെ ഡിലേ സ്പ്രേ അത് അല്ലാതെ കൺസെപ്റ്റ് ഇതല്ല. എന്താ സാധനം അറിയുന്നത്. അപ്പൊ ഈ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള സംഗതികൾ 100% ഉടായ്പാണ്. അതായത് അതൊരിക്കലും ഒരാൾ മേടിക്കരുത്. ഒന്ന് ഈ പറഞ്ഞ സംഗതിയുടെ നെഗറ്റീവ് സൈഡുകൾ പറഞ്ഞു തരാണെങ്കിൽ ഇന്ന് നമ്മൾ ഈ വിറ്റോക്സ് ഇപ്പൊ ഇന്നത്തെ ദിവസം പറഞ്ഞാൽ തീരൂല. അത്രയും നെഗറ്റീവ് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും പ്രീമിയർ നമുക്ക് ഏറ്റവും അറ്റൻഷൻ വേണ്ട കുറച്ച് കാരണം ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും സേഫ് സെക്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് കോണ്ടംസ്. ഈ കോണ്ടം യൂസ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, ലൂബ്രിക്കന്റിന് വേണ്ടി ഓയിൽ കോണ്ടത്തിന്റെ മുകളിൽ കയറി അപ്ലൈ ചെയ്യും. കോണ്ടത്തിന്റെ മുകളിൽ ലൂബ്രിക്കന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോണ്ടത്തിന്റെ സേഫ്റ്റി അതിൽ തീർന്നു. പിന്നെ STD കണ്ടാമിനേഷൻ വരാം, അല്ലെങ്കിൽ അൺവാണ്ടഡ് പ്രഗ്നൻസി സംഭവിക്കാം. കോണ്ടത്തിന് സേഫ്റ്റി ഇല്ല. ഓയിൽ ബേസ്ഡ് ലൂബ്രിക്കന്റ് ഒരു കാരണവശാലും ലാറ്റക്സിൽ യൂസ് ചെയ്യാൻ പാടില്ല. ലാറ്റക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാറ്റക്സിന്റെ യൂസ് പിന്നെ മീനിങ്ലെസ് ആണ്. സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്തൊരു പരിപാടി സേഫേ അല്ലാണ്ടായി കഴിഞ്ഞു. അടുത്ത ഇതിൻ്റെ മെയിനായിട്ടൊരു ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓയിൽ ബേസ്ഡ് സാധനങ്ങളെല്ലാം നമ്മുടെ മേത്ത കയ്യിൽ എവിടെയെങ്കിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ കഴുകി കളയാൻ വേണ്ടി നമ്മൾ എന്തോരം കഷ്ടപ്പെടണമെന്ന് ജസ്റ്റ് ആലോചിക്കാം. ഇപ്പം നോർമലി ഒരു വെളിച്ചെണ്ണ പോലത്തെ ഒരു സാധനം നമ്മുടെ കയ്യിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് നമ്മുടെ കയ്യിൽ നിന്ന് പോകണമെങ്കിൽ എത്ര പ്രാവശ്യം സോപ്പിട്ടോ അങ്ങനെ എന്തെങ്കിലും കഴുകിയാലും പോവാം. നമ്മുടെ പ്രൈവറ്റ് പാർട്സിലെല്ലാം ഈ ഓയിൽ ബേസ്ഡ് സംഗതികൾ തേച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ ഇൻസൈഡും വജൈനയിലൊക്കെ നമുക്ക് ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. അവിടെയൊക്കെ ആയിക്കഴിഞ്ഞൊരു സാധനം കഴുകി കളയാന്ന് പറഞ്ഞ സംഗതി ഒന്നും ഓയിൽ ബേസ്ഡ് സാധനങ്ങളുടെ രീതിയിൽ പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. അത് തീർച്ചയായിട്ടും അതിൻ്റെ റെസിഡ്യൂസ് അവിടെ ഉണ്ടാവാം. അത് പിന്നെ ഇൻഫെക്ഷൻസോ ഫംഗൽ സംഗതികൾക്കൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ ബേസ്ഡ് ആയുർവേദിക് ഫോർമുലേഷൻ ജസ്റ്റ് ആ ബോട്ടിലും തുറന്നാൽ മതി, ആ വീട് മൊത്തം ആയുർവേദ ഹോസ്പിറ്റലിലെ മണായി ജസ്റ്റ് തുറന്നാൽ തന്നെ അതാണ് അവസ്ഥ. അത് മാത്രല്ല ഈ സംഗതി ഇപ്പോൾ ഒരു തുള്ളി അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റിലോ നമ്മുടെ ഡ്രസ്സിലോ ഇവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റെയിൻ ആയി. പിന്നെ ജീവിതകാലം മൊത്തം ഒരു തെളിവുള്ള സാധനത്തിലാണ് പിന്നെ നമ്മൾ കിടക്കാൻ പോണത്. അപ്പൊ ഈ ഓയിൽ ബേസ് സാധനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു അറ്റത്തുനിന്ന് തൊടിക്കഴിഞ്ഞാൽ അവസാനമില്ല. അത്രയധികം പ്രശ്നങ്ങൾ അതിന്. മാത്രമല്ല നമ്മൾ ഈ ഓയിൽ ബേസ്ഡ് സാധനങ്ങൾ അൾട്ടിമേറ്റ്ലി ഒരു പ്രോപ്പർ ലൂബ്രിക്കേഷൻ തരണമെന്ന് ചോദിച്ചാൽ അൾട്ടിമേറ്റ്ലി ഒരു വാട്ടർ ബേസ്ഡ് പേഴ്സണൽ ലൂബ്രിക്കൻറ്റും ഓയിൽ ബേസ്ഡ് ലൂബ്രിക്കൻറ്റും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആനെ ഒന്നും പോലത്തെ വ്യത്യാസമാണ്. പറയുമ്പോൾ 2 ലൂബ്രിക്കൻ്റാന്ന് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു രീതിയിലും കമ്പയറബിൾ അല്ല. വേണമെങ്കിൽ നമുക്കൊരു M80നെയും ഒരു സൂപ്പർ ബൈക്കായിട്ടൊക്കെ വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടും ബൈക്കാണ്, അല്ലെങ്കിൽ രണ്ടും 2 ചക്രമുള്ള ഒരു 2 വീലറാണ്. പക്ഷേ രണ്ടും തമ്മിൽ ഒരു രീതിയിലും കമ്പാരിസൺ ഇല്ല. രണ്ട് ആനയൊന്നും പോലെ. പക്ഷേ ലോ പ്രൈസ് ഒത്തിരി റോങ് ക്ലെയിംസ് ഒക്കെ കണ്ട ആൾക്കാർ അതിലേക്ക് പോയി അട്രാക്ടറായി പലതും മേടിച്ച് പോകുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സണൽ ലൂബ്രിക്കൻസിനെ ഒത്തിരി ചീത്തപ്പേറുള്ള ഒരു സാധനമാക്കി മാറ്റണേ. ആൾക്കാർ പേഴ്സണൽ ലൂബ്രിക്കൻസ് കേൾക്കുമ്പോൾ ഇതെന്തോ വുഡ് പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഇതെന്തോ വെടി സാധനമാണെന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നത് ഇത് ജെന്യുവൻ ആയിട്ടുള്ള ക്ലെയിംസ് ഉള്ള പ്രോപ്പർ ലൂബ്രിക്കൻസ് ശരിക്കും ആൾക്കാർ ഉപയോഗിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആ പറഞ്ഞ സാധനങ്ങളെ പറ്റി അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ആയുർവേദിക് സാധനങ്ങൾ ഞാൻ വീണ്ടും ആവശ്യപ്പെടാണ്, ദയവ് ചെയ്ത് ആ സാധനങ്ങൾ ഉപയോഗിക്കരുത്. അത് ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ആ സാധനം ഒരു ലൂബ്രിക്കൻ്റെ അല്ല. ബേസിക്കലി അത് പിന്നെ ഈ അടുത്ത് ഞാൻ ആ കാറ്റഗറി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഓയിൽ ബേസ്ഡ് ഉണ്ട്, വാട്ടർ ബേസ്ഡ് ഉണ്ട്. വാട്ടർ ബേസ്ഡ് പേഴ്സണൽ ലൂബ്രിക്കൻസ് എല്ലാം ഞാൻ പറയുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളായിക്കോട്ടെ നമ്മളായിക്കോട്ടെ ഇനി ഏതും ആയിക്കോട്ടെ അതെല്ലാം നമ്മുടെ വാട്ടർ ബേസ്ഡ് ആണ്. നമ്മുടെ മാത്രമല്ല, ഇതാണ് ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സണൽ ലൂബ്രിക്കൻ എന്ന് പറയുന്നത്. വാട്ടർ ബേസ്ഡ് പേഴ്സണൽ ലൂബ്രിക്കൻസ് ആണ് ജെന്യുവൻ ലൂബ്രിക്കൻസ്. അത് ലാറ്റക്സ് ഫ്രണ്ട്ലി ആണ്. അതെല്ലാം തന്നെ ലാറ്റക്സ് ഫ്രണ്ട്ലി ആണ്. അത് ഒരു കാരണവശാലും നമ്മുടെ ബെഡ്ഷീറ്റിനോ ഡ്രസ്സിനൊന്നും സ്റ്റെയിൻ ചെയ്യത്തില്ല.
ലാറ്റക്സ് ഫ്രണ്ട്ലി ആണ്, മാത്രമല്ല എന്താണ് പിനിസ് ഫ്രണ്ട്ലി ആണ്, തീർച്ചയായിട്ടും അത് ഫ്രണ്ട്ലി ആണ്. ടോയ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഈ പറഞ്ഞ ലൂബ്രിക്കേഷൻ അത് അൺഅവോയ്ഡബിൾ ഫാക്ടറാണ്. അതില്ലാതെ ഒരിക്കലും അതൊരു ഒരു പെനിട്രേഷൻ അതിനകത്ത് പോസിബിൾ അല്ലായിരിക്കും. അപ്പോൾ അത് ഈ ടോയ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, LGBT കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അങ്ങനത്തെ ആൾക്കാരൊക്കെ അല്ലേ അത് അൺഅവോയ്ഡബിൾ ആണ്. അവർക്ക് തീർച്ചയായിട്ടും ലൂബ്രിക്കൻസ് ആവശ്യം തന്നെയാണ്. പക്ഷെ അവർ ഉപയോഗിക്കുന്ന സെഗ്മെന്റ് ഈ ഓയിൽ ബേസ്ഡ് ആയി കഴിഞ്ഞാൽ അതോടൊക്കെ ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കേണ്ടതുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഞാൻ ഈ പ്രൊഡക്റ്റ് ഈ സാഷയിൽ ലോഞ്ച് ചെയ്യണതിൻ്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ തന്നെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലൂബ്രിക്കൻറ്റ് യാതൊരു റോങ് ക്ലെയിംസും ഇല്ലാതെ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്, അതായത് 25 രൂപ പോലത്തെ ഒരു അഫോർഡബിൾ പ്രൈസിൽ ആൾക്കാർ എത്തിപ്പെടാന്നുള്ളതാണ്. അത് വൺ ടൈം യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്തു വയ്ക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് വരരുത്. അവർക്ക് ആവശ്യം കഴിഞ്ഞാൽ ആ സാധനം അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യുക. അതല്ലാതെ അതിനകത്ത് നമ്മൾ സ്റ്റോറിൽ സേഫിലൊന്നും കൊണ്ട് എടുത്തു വെക്കേണ്ട ആവശ്യങ്ങളില്ലല്ലോ. ഒളിപ്പിച്ചു വെക്കണം ഇതില് സാക്കറിനുണ്ടെന്ന് കണ്ടു. ഇതിൽ പഞ്ചസാരയുണ്ട്. നിങ്ങളുടെ ഫേസിൽ ഉപ്പുണ്ടോന്നൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള സ്വീറ്റ്നെസ് ഉണ്ട് അതിന്. അത് ഇപ്പോൾ ഒരു ഓറലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഷുഗർ ഉണ്ട്, പ്രശ്നമുണ്ടോ? അതൊരു ചോദ്യമാണ്. ഷുഗറുള്ളവർക്ക് പ്രശ്നമാണ്? ഇല്ല, ഒരു പ്രശ്നമില്ല. സാക്കറിൻ ഈ പറഞ്ഞ ഷുഗർ എന്ന് പറഞ്ഞ സംഗതി ശരിക്കും പറഞ്ഞാൽ മധുരം ഷുഗറിലുണ്ട്, സാക്കറിലുണ്ടെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ഷുഗർ ഒരിക്കലും ഈ പ്രമേഹമുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഈ സംഗതി അത് ഉണ്ടാക്കത്തില്ല. കാര്യം അത് രണ്ടിന്റെയും മെറ്റബോളിസം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. മൂന്നാമത്തെ വാട്ടർ, പിന്നെ അതിൽ ഓയിൽ ബേസ്ഡ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സിലിക്കൺ ബേസ്ഡ് ലൂബ്രിക്കൻസ് ആണ്. ഇപ്പോൾ ഒരു ബാത്ത് ടബ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂള് അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പ്ലങ് പൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സാഹചര്യങ്ങളിൽ വാട്ടർ ബേസ്ഡ് പേഴ്സണൽ ലൂബ്രിക്കൻസ് ഒരുപക്ഷെ അവരെ സഹായിക്കത്തില്ല. അത് അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ഈ സിലിക്കൺ ബേസ്ഡ് ലൂബ്രിക്കൻസ് ആവശ്യം. അത് ഇന്ത്യയിലത്തെ ഒരു സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ 1% ആൾക്കാർ പോലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ സാഹചര്യം ഉണ്ടാക്കാനാണ് മനോജേട്ടൻ പൂളിന്റെ ബിസിനസ് ഫുൾ പാക്കേജ് ആണ്. സാനിറ്റോറിയം, പൂള്, റൂം എല്ലാം. സത്യം പറഞ്ഞ ഇതിന് ചുറ്റുമുള്ള ബാക്കിയല്ല. അല്ല, ഇവൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഇല്ലേ, ലൂബ്രിക്കന്റ് ശരിക്കും പറഞ്ഞാൽ ഫോർ പ്ലേ ഒരു ഇതാണെങ്കിൽ ഇത് എവിടെയാണ് വേണ്ടി? നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ നമ്മളൊരു നമുക്ക് ഹാർഡ് ആവുന്ന പോലെയാണ് അല്ലെ, നമുക്ക് ഹാർഡ് ആവുന്ന പോലെയാണ് അല്ല ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഹാർഡ് ആവുന്ന ഒരു നമുക്ക് മൂടാകുമ്പോഴാണ് ഹാർഡ് ആവുന്നത്. അതേപോലെ പാർട്ട്ണറിന് മൂടാകുമ്പോഴാണ് വെറ്റാവുന്നത്. അപ്പം വെറ്റാവാതെ ആവശ്യത്തിന് ലൂബ്രിക്കൻസ് ആയി എന്നുള്ളൊരു സാഹചര്യത്തിൽ മാത്രമാണ് ഒരു പെയിൻ ഫ്രീ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ പെനിട്രേറ്റീവ് സെക്സ് പോസിബിൾ ആവണേ. അപ്പൊ ആ ഒരു ആവശ്യത്തിനുള്ള ലൂബ്രിക്കൻസ് ആ ഫോർ പ്ലേയിൽ ജനറേറ്റ് ആവണമെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പേഴ്സണൽ ലൂബ്രിക്കന്റ് പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യം ചില സമയങ്ങളിൽ വരത്തില്ലായിരിക്കാം. പക്ഷേ അത് എല്ലാ സമയങ്ങളിലും അങ്ങനെ തന്നെ ആവണമെന്നില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് 2-3 വർഷമായ ഒരു കപ്പിളാണെങ്കിൽ അവർ ഒരു പരിധിയുടെ അപ്പുറത്ത് ചിലപ്പോൾ ഫോർ പ്ലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടാവില്ലായിരിക്കും. അപ്പോഴാണ് അതിലെ കുട്ടികളുണ്ട്, ചിലപ്പോ ഒരു 10-15 മിനിറ്റ് ഉള്ളു, 15 മിനിറ്റ് പ്രൈമിലുള്ള 2 വർഷം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഫാമിലി ലൈഫിൽ നിർബന്ധമായിട്ടും അവർ തമ്മിൽ ഒരു ഹെൽത്തി സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുള്ളത് നിർബന്ധമായിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റിക്കും അതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലം സോൾവിനൊക്കെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. ചെറിയ പ്രശ്നങ്ങളെല്ലാം വീടുകളിൽ ഉണ്ടാവാത്ത എവിടെ ഉണ്ടാവില്ല. പക്ഷെ ഒരു ഹെൽത്തി സെക്ഷൽ റിലേഷൻഷിപ്പ് നടക്കുന്ന ഒരു കപ്പിൾസിൻ്റെ ഇടയിൽ ആ ചെറിയ പ്രശ്നങ്ങൾ ഒരിക്കലും വലിയ പ്രശ്നങ്ങളായിട്ട് വരെ അല്ലെങ്കിൽ അത് മുകളിലേക്ക് പോകത്തില്ല. അത് പക്ഷെ അവിടെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഹെൽത്തി സെക്ഷൽ പരിപാടികൾ നടക്കുന്നില്ലെങ്കിൽ അവരെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഹൈലൈറ്റും ലൈം ലൈറ്റിലേക്കൊക്കെ വരും. പക്ഷെ അതിൻ്റെ അൾട്ടിമേറ്റ് റീസൺ ഇതാണ്. ഈ കാര്യങ്ങൾ ഭംഗിയല്ല, ഈ കാര്യങ്ങളിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സാഹചര്യങ്ങളാണ്. പക്ഷെ പുറത്തേക്ക് വന്ന റീസൺസും കാര്യങ്ങളൊക്കെ വേറെ പലതായിരിക്കാം. അല്ല, ഞാനതിന് നമ്മുടെ ഈ ടാഗ് ലൈൻ ആയിട്ട് ഒരു പോസ്റ്റർ ഒരു സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് കിട്ടിയൊരു പോയിന്റാണ് ഹോം റെമഡി ഫോർ ഡൈവോഴ്സ്.
അപ്പൊ നേരത്തെ കിട്ടിയത് കുറച്ച് രക്ഷിക്കാൻ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എപ്പോഴായാലും ഒരു ഡൈവോഴ്സിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു രണ്ടുപേര് സെപ്പറേറ്റർ ആവണ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് അവർ പറയണ കാര്യങ്ങൾ പലതും ചിലപ്പോൾ വേറെ പലതായിരിക്കാം. പക്ഷെ ആ റീസൺസ് ആയിരിക്കത്തില്ലായിരിക്കും, പക്ഷെ ആക്ച്വലായിട്ട് അവർ തമ്മിലുള്ള റിയൽ റീസൺ. പക്ഷെ ആ റിയൽ റീസൺ പുറത്തേക്ക് വരാണ്ട് ബാക്കിയുള്ള സംഗതികൾക്ക് ഇമ്പോർട്ടൻസ് പറഞ്ഞതിന്റെ റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് അവർ തമ്മിൽ കറക്റ്റ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് സെക്ഷൽ രീതിയിൽ ഇല്ലാത്തതാണ്. മനോജേട്ടനെതിരെ കേസ് അല്ലെങ്കിൽ മനോജേട്ടനെ അടിച്ചിരുത്താൻ പോകുന്ന ഡിവോഴ്സ് ലോയേഴ്സ് ആയിരിക്കും. ഇയാള് വന്ന ഇയാളുടെ 25 രൂപ ശാശയ വന്ന അന്ന് തൊട്ട് എന്റെ 25 ലക്ഷം പോയി കേസ് വരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ഈ 25 റുപ്പീസിന് കിട്ടുന്ന പേഴ്സണൽ ലൂബ്രിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനമാണല്ലോ. അതൊരു പക്ഷേ കേരളത്തിലെ ആൾക്കാർ നല്ല രീതിയിൽ അത് പോപ്പുലറൈസ് ആയ ആൾക്കാർ അത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡൈവോഴ്സ് ലോയേഴ്സിനൊക്കെ അത്യാവശ്യം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അവർക്ക് ഒത്തിരി കേസുകൾ കുറയും. ഇതിപ്പോ ഒന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ അത്യാവശ്യത്തിനൊരു സാധനം നമ്മളൊരു ബാക്ക് വെച്ചിട്ടുള്ള പോലെ. പിന്നെ ടോയ്സ് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സെക്ഷുവൽ സാധനത്തിൽ ടോയ്സ് മിക്കവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ടോയ്സ് ഉപയോഗിക്കുമ്പോ എന്തിനാണ് നമുക്ക് ലൂബ്രിക്കന്റ് ആക്ച്വലി? ടോയ്സിന് ലൂബ്രിക്കേഷൻ സംഭവിക്കാനില്ലല്ലോ. നീ ഉപയോഗിക്കാൻ വേണ്ടിയല്ല, ടോയ്സിന് നമ്മൾ എന്ത് ടോയ്സ് പെനിട്രേഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അതിനാവശ്യത്തിന് ലൂബ്രിക്കേഷൻ വരുന്നുണ്ടല്ലോ. എവിടെ നീ ഇനീഷ്യലി ഇൻസേർട്ട് ചെയ്യുമ്പോഴേക്ക്, അതായത് നീ ഒരു ആക്റ്റീവ് സെക്സിലാണെന്നുണ്ടെങ്കിൽ നിനക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് ഒരാൾ മാസ്റ്റർബേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് ചിലപ്പോൾ ഒരു ലൂബ്രിക്കേഷൻ വന്നിട്ടുണ്ടാവും. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കുറച്ച് നേരം ഇതിനകത്തൊരു മൾട്ടിപ്പിൾ ഓർഗാസ്മിക് എന്തായാലും റൗണ്ട് 2 അല്ലെങ്കിൽ റൗണ്ട് 3 എന്നൊക്കെ പറയുമ്പോഴേ അല്ല, പേഴ്സണൽ ലൂബ്രിക്കൻസ് ഈ പറഞ്ഞ ടോയ്സ് ഉപയോഗിക്കുന്ന കാര്യത്തിന് മാത്രമല്ല. അപ്പം നമ്മൾ മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്യുന്ന ലേഡീസ് ഒക്കെ ആയാലും അവർക്ക് പേഴ്സണൽ ലൂബ്രിക്കൻസ് ആവശ്യമാണ്. അത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് ലൂബ്രിക്കൻസ് ആവശ്യമാണ്. ഇപ്പോൾ അത് സാഷയിൽ അവൈലബിൾ അല്ലാത്ത ആൾക്കാർ പലരും ചിലപ്പോൾ അത് ക്യാരി ചെയ്യേണ്ടാവുമായിരിക്കും, ബോട്ടിൽ എന്തെങ്കിലും വാങ്ങിച്ച് ക്യാരി ചെയ്യേണ്ടാവുമായിരിക്കും. അതല്ലെങ്കിൽ ഒരു പക്ഷേ വെള്ളം പോലത്തെ എന്തെങ്കിലും സാധനം യൂസ് ചെയ്യേണ്ടാവുമായിരിക്കും. പക്ഷെ അവർക്ക് ശരിക്കും പറഞ്ഞത് പൊസിഷൻ കറക്റ്റായിട്ട് വെക്കാനായിട്ട് ഏറ്റവും നല്ലത് പേഴ്സണൽ ലൂബ്രിക്കൻസ് തന്നെയാണ്. സെക്ഷൽ അല്ലാത്തൊരു പർപ്പസ്. അതെ അതെ. ആൻഡ് ഏനൽ സെക്സ് എന്തായാലും ലൂബ്രിക്കൻ മസ്റ്റ് ആണ്. നീ എത്ര നീ ഫോർപ്ലേ ചെയ്താലും അവിടെ തുപ്പ ശരിക്കും നല്ല ലൂബ്രിക്കന്റ് അല്ല. തുപ്പലൊന്നും ഒരു ലൂബ്രിക്കന്റ് അല്ല. ഒന്ന് ഹെൽത്തി അല്ല, അൺഹെൽത്തി ആണ്. നമ്മുടെ ജെൻസിനേക്കാൾ കൂടുതൽ ജെൻസ് ഒക്കെ ഉള്ളത് നമ്മുടെ വായിലാണ്. എന്തായാലും ഇൻഫെക്ഷൻ സാധ്യത. പിന്നെ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. തുപ്പല് പെട്ടെന്ന് ഫോർ എക്സാമ്പിൾ നിന്റെ ചുണ്ട് ഡ്രൈ ആവുമ്പോൾ നീ ചുണ്ട് നാക്ക് വെച്ച് നനച്ചാൽ അത് കൂടുതൽ ഡ്രൈ ആവത്തേ ഉള്ളൂ, അല്ലാതെ അത് വെറ്റായിരിക്കുന്നില്ല. നമുക്ക് അപ്പൊ തോന്നുന്നത് വെറ്റായി, പക്ഷെ ഇത് വീണ്ടും ഡ്രൈ ആവും. തുപ്പല് നല്ലൊരു ലൂബ്രിക്കന്റ് അല്ല. പിന്നെ വേറെ ഏതൊക്കെ കാറ്റഗറിയാണുള്ളത്? ഒന്ന് LGBTQ, അതായത് ലെസ്ബിയൻ, അതായത് നോൺ ഹെട്രോ, ബാക്കിയുള്ള LGBT കമ്മ്യൂണിറ്റിക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ലൂബ്രിക്കൻസ് ഒരു കമ്പൽസറി സംഭവമാണ്. പിന്നെ ഈ ഏജ്ഡ് ആയിട്ടുള്ള കപ്പിൾസ്, അതല്ലെങ്കിൽ ടോയ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോർ പ്ലേ ചെയ്താലും ആഡിക്വേറ്റ് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ പ്രശ്നമുള്ള ആൾക്കാർ. അതല്ലാതെ ഈ പറഞ്ഞ പോലെ നോർമലായിട്ട് ലൂബ്രിക്കൻസ് ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരിലും ഒരു പക്ഷേ ഈ സംഗതി യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയില്ല. അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ഫീഡ്ബാക്സും കാര്യങ്ങളെല്ലാം കിട്ടിയേക്കുന്ന രീതി അനുസരിച്ച് അവരെല്ലാം ഒത്തിരി ഫാന്റസി കഥകളും ഒത്തിരി ഫാന്റസി എക്സ്പീരിയൻസുകളൊക്കെ പറഞ്ഞേക്കണേ. പക്ഷെ അതൊരു 1-to-1 ആൾക്കാർ ഡിഫറെന്റ് ആയിരിക്കും. വേണ്ടി ഷെയർ ചെയ്യാമോ മനോജേട്ടാ? സ്റ്റഡി പർപ്പസ് വേണ്ടിയാ. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെന്തായാലും സെക്ഷൽ അവയർനെസ്സിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാൻ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബോധ്യപ്പെട്ടേക്കണ 1-2 പോയിന്റ്സ് ഞാൻ പറയാം. അപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു പയ്യനുണ്ട്, ഇപ്പോഴും അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അവൻ ഒരു 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അവൻ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു പക്ഷേ അതൊരു നമ്മളെ സംബന്ധിച്ച് ഒരു ഐ ഓപ്പണർ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് അവൻ ആദ്യമായിട്ട് ഒരു നേക്കഡായിട്ടുള്ളൊരു പടം അവൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ബുക്കിൽ ഇവനെ കാണിക്കുവാണ്. അപ്പോൾ കാണിക്കുന്ന സമയത്ത് ഇവൻ ഇവരെന്തിട്ട് കാണിച്ചുകൊണ്ടിരിക്കണെന്നുള്ളൊരു ചിന്ത അവനെ പടം കണ്ടപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഉണ്ടായി. അപ്പോൾ ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പൻ ഇങ്ങനെ നിന്റെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. എൻ്റെ അപ്പൻ എന്നെയോ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഞാൻ വിശ്വസിക്കത്തില്ല. അല്ല, അപ്പോൾ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ വേറെ രീതിയിലേക്കാണ് പോകണം. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇവന്റെ അപ്പനെ കുറ്റം പറഞ്ഞു ഇവൻ അവനെ തല്ലി. അതായത് എൻ്റെ അപ്പനെ നീ മോശം പറഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞ തല്ലി ഉടനെ ടീച്ചർമാരും കുട്ടികളെല്ലാം നമുക്ക് ഭയങ്കര അവന്റെ അപ്പനെ പറ്റി അവൻ പറഞ്ഞ ഒട്ടും സഹിച്ചില്ല.
അപ്പോൾ ഭയങ്കരമായിട്ട് തല്ലി പരിപാടിയൊക്കെ ആയി. എന്നിട്ട് PTA ആൾക്കാർ ഇൻവോൾവ് ആയി. അത് ഈ കൊച്ചിൻ്റെ അപ്പനും തല്ലി കിട്ടിയ കൊച്ചിൻ്റെ അപ്പൻ PTയിലുള്ള ആളായിരുന്നു. അപ്പോൾ അവർ PTA-കാരെല്ലാം വന്ന് ഇവനെ മറ്റേ ടീച്ചേഴ്സ് വന്നിട്ട് തല്ല് അത്രയും സീരിയസ്, കൊച്ചിന് നല്ലോണം പറ്റി, മറ്റേ തല്ല് കിട്ടിയ പയ്യന് നല്ലോണം പറ്റി. അത് കഴിഞ്ഞ് ഇവനെ എന്ത് റീസൺ കൊണ്ടാണ് തല്ലിയെന്ന് പറയുമ്പോൾ ഇവൻ എൻ്റെ അപ്പനെ മോശം പറഞ്ഞെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതാണ് പറഞ്ഞെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അവർ പറയുന്നില്ല. അവസാനം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത പയ്യനെ വീട്ടിൽ കൊണ്ടുപോയി അപ്പനെ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്നെ പറ്റി എന്തിട്ടാ നിന്റെ കൂട്ടുകാരൻ പറഞ്ഞ് ഇത്ര തല്ലാനായിട്ട് നീ ഇത്ര, അവൻ അപ്പോഴും കരഞ്ഞിട്ടായിരിക്കണം, ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പനെ പറ്റി മോശം പറഞ്ഞിട്ടോ അപ്പം തുണിയില്ലാണ്ട് അത് ചെയ്തിട്ടാണ് എന്നെ ഉണ്ടാക്കിയത്. ഞാൻ അത് കേട്ട ഇങ്ങനെ സഹിച്ചിരിക്കപ്പ, എൻ്റെ അപ്പൻ അങ്ങനത്തെ ആൾക്കാരെല്ലാം ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ റിയലായിട്ട് അത്രയും വെജിറ്റേഷൻ പറയുമ്പോൾ ഇവൻ ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്തൊരു പ്രായമാണ്. 9ാം ക്ലാസ് എന്ന് പറയുന്ന പ്രായത്തിൽ അവൻ അങ്ങനെ ചെയ്ത്. അപ്പോൾ ഇവന് ഈ പറഞ്ഞ കാര്യത്തിനെ പറ്റി യാതൊരു ധാരണയില്ലാന്ന് ഇവൻ്റെ അപ്പനും അമ്മയ്ക്കും മനസ്സിലായിട്ട് പോലും ഇവൻ്റെ അപ്പനും അമ്മയ്ക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി ആ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് ഇവനൊരു അഡിക്വേറ്റ് നോളജ്, ആ പ്രായത്തിൽ കിട്ടേണ്ട നോളജ് എങ്കിലും അവന് കിട്ടാൻ വേണ്ടി അവർക്ക് സഹായിക്കാൻ പറ്റിയില്ല. ഒരു തരി പോലും സഹായിക്കും. അവന് വീണ്ടും അവൻ്റെ കൂട്ടുകാർ പറഞ്ഞു കൊടുത്ത വേറെ പല ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അമ്മയെ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ല ഞാൻ ഉണ്ടായെന്നും പറഞ്ഞ് വിളിപ്പിക്കാൻ അവന് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് സംഗതി എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ പെനിട്രേറ്റീവ് മോഡലിലല്ലാണ്ട് ഉണ്ടായിരിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. അത് ലാബിൽ ഉണ്ടായിരിക്കുന്ന കുട്ടികളാണ്. അതല്ലാണ്ട് ഉണ്ടായിരിക്കുന്ന ലോക പോപ്പുലേഷനിലെ എല്ലാ മനുഷ്യനും പ്രോപ്പറായിട്ടൊരു 2000 കൊല്ലം മുന്നേ മാത്രമല്ല, മനുഷ്യനുണ്ടായ കാലം മാത്രമല്ല, ഈ പറഞ്ഞ ജീവികളോ മനുഷ്യന്മാരോ എന്തും ആയിക്കോട്ടെ, അവർ ഒരു കൊച്ചിനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പെനിട്രേറ്റീവ് സെക്സ് നടന്നിട്ടുണ്ട്. അതല്ലാതെ നടക്കുന്ന ബാക്ടീരിയകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസിലൊക്കെയാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംഗതി അതാത് ഏജ് ഗ്രൂപ്പിൽ എന്താണോ റിക്വയർഡ് ആയിട്ടുള്ള അത്രയെങ്കിലും ഇൻഫർമേഷൻ കിട്ടാനുള്ള സോഴ്സ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാനില്ല. പിന്നെ പേഴ്സണൽ ലൂബ്രിക്കൻസിനെ പറ്റിയുള്ള അറിവും കാര്യങ്ങളൊക്കെ അപ്പൊ എത്രത്തോളം ആൾക്കാർക്ക് ഉണ്ടെന്നുള്ളതിനെ ആൾക്കാർക്ക് ഒരു വിചാരം എന്ന് പറഞ്ഞാൽ പിള്ളേർ സെക്സിനെ പറ്റി അറിഞ്ഞാൽ പിന്നെ അവർ ചെയ്യാൻ തുടങ്ങും അല്ലേ? അല്ല, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കറക്റ്റ് പ്രായത്തിൽ കിട്ടാന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചോ LKG പഠിക്കുന്ന ഒരു കൊച്ചോ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് അവർക്ക് അറിയേണ്ട ഒരു സെക്ഷൽ ഇൻഫർമേഷൻ പറഞ്ഞാൽ ബാഡ് ടച്ച് എന്താ ഗുഡ് ടച്ച് എന്താന്നുള്ളതിനെ പറ്റി അറിഞ്ഞാൽ മതി. ആ പ്രായത്തിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ ചെറിയ കുട്ടികൾക്ക് അറിയണം ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് എന്നാണ്. അന്ന് ഒരു 12ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ കുട്ടിക്ക് അത്യാവശ്യം ഒരു കൊച്ചുണ്ടാവണം എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അൺസേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നതിനെ പറ്റി പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് ഇല്ലാത്തടത്തോളം കാലം അവർ ചെന്നപ്പെടാൻ പോണത് ഡേഞ്ചറുകളിലേക്കായിരിക്കും. ഇപ്പോഴത്തെ 7ാം ക്ലാസ് തൊട്ട് കൊടുക്കണം. 7ാം ക്ലാസ് തൊട്ട് വേണ്ടി സെക്ഷൽ ഇത് +2 അല്ല, 7ാം ക്ലാസ് തൊട്ട് ഈ സാധനം അറിയാം. 8ാം ക്ലാസ് തൊട്ട് ബയോളജിയിൽ തുടങ്ങി പഠിപ്പിക്കില്ല ടീച്ചേഴ്സ്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു സ്പേസ് വേണം. എന്തെങ്കിലും നടക്കുവാണെങ്കിൽ സംസാരിക്കാൻ ഒരു സ്പേസ് വേണം പിള്ളേർക്ക്. ഇപ്പൊ നമ്മുടെ കാലത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ കുറച്ചുകൂടെ ആക്സസ് ഉണ്ട്, ആക്സസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ ആ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്താണ് പ്രശ്നം. അപ്പൊ ലോട്ട് ഓഫ് ഇൻഫർമേഷനും ഈ പറഞ്ഞ പോലെ അത് റോങ് ആണ്. അതായത് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ റോങ് എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അവർ കറക്റ്റ് ഇൻഫർമേഷനിലേക്ക് ചിലപ്പോൾ എത്തണമെന്നില്ല. ഇപ്പോൾ പണ്ട് നമ്മൾ ഇപ്പോൾ ഒരു സംഗതി അന്വേഷിക്കുകയാണ്, അവർ നമുക്ക് നേരെ സോഴ്സുള്ള എന്തായാലും എൻസൈക്ലോപീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ബുക്കുകളായിരിക്കും മെയിനായിട്ട് നമ്മുടെയൊക്കെ റെഫറൻസ് പോയിന്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഗൂഗിളോട് അടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മനേട്ടൻ ഇത് പ്ലേസ് ചെയ്യേണ്ടത് ഒരു എക്സാംസ് അല്ലെ ഒരു എസ്മയുടെ സീരീസ് ഇത് ഉപയോഗിക്കുന്നതായിട്ട് കറക്റ്റ് ഉപയോഗിക്കുന്നതായിട്ട് അല്ല. ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനെ ശരിക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും സംസാരിക്കാൻ ഇത്തിരി മോശമുള്ള ഒരു വിഷയം. ഇത് അല്ല, ഇതിനെ പറ്റിയുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമൺ ആയിട്ട് ഇപ്പൊ ഞാൻ മനോജേട്ടൻ പറഞ്ഞ പോലെ ഒരു ഫാമിലി ഓഡിയൻസ് കാണുന്ന എന്റെ പോലത്തെ ഒരാള് ഇതിനെ അല്ലെങ്കിൽ ആ ലെവൽ എന്റെ പോലെ അല്ല കുറെ കൂടി നല്ല ലെവലിൽ റീച്ച് ഉള്ള ഒരാള് ഈ സാധനത്തിനെ പറ്റി പറയുമ്പോൾ ഇത് നോർമലൈസോ അല്ലെ? ആള് വന്നിട്ട് ഒരു സാധാ പ്ലാറ്റ്ഫോമിൽ വന്ന് സാധാ പോലെ ഒരു സാധനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനത്തെ ആവശ്യങ്ങളിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം എന്ന് പറയുന്ന സൈഡില് അവിടെ നിന്ന് തുടങ്ങി ഇതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഷെയ്ഡി ഇതല്ലാണ്ട് ഇതൊരു നോർമലൈസ്. പണ്ട് നമ്മള് സാനിറ്ററി നാപ്കിൻ പൊതിഞ്ഞു വെച്ച് പറഞ്ഞ പോലെയാണ് ഇപ്പൊ നമ്മൾ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു കുറച്ച് നാൾ കഴിയുമ്പോ ഇത് വളരെ ഇത് കുറെ ബ്രാൻഡുകൾ ചിലപ്പോ വരായിരിക്കും. ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഇപ്പോ ആരും നിക്കണെങ്കിൽ അപ്പുറത്ത് ക്രോസിംഗ് മേടിക്കണം നിക്കണതിന്റെ ഇടയിലും കോണ്ടം ചോദിക്കാൻ പറ്റാവുന്ന ഒരു ലെവലിലേക്ക് എത്തിയ പോലെ എത്തണോടത്ത് നോർമലൈസ് ആയിരുന്നു. ഇത് ഫുഡ് ഗ്രേഡ് ഫ്ലേവർ വരും,
നമ്മൾ പാസ് ഓഫ് നോ ഈ ഇപ്പൊ പാക്ക് ചെയ്തേക്കുന്ന എല്ലാത്തിനകത്തും നമ്മൾ വേറെ ഫ്ലേവേഴ്സോ ഫ്രാഗ്രൻസോ ഒന്നും ഇല്ല. ഇത് പ്രോപ്പർ ഇല്ല, ഫ്ലേവറും ഫ്രാഗ്രൻസും സാധാരണ ഇല്ലാതൊന്നും ഈ pass off ഇപ്പൊ നമ്മളിപ്പോ ഡ്യൂറക്സിന്റെ 400 രൂപയ്ക്ക് മേടിക്കുന്ന ലൂബ് ഇത് സെയിം തന്നെയാണ്. അതിനേലും നല്ലതാന്ന് ഞാൻ പറയും. ഓക്കെ, ഞാനത് എന്റെ ബ്രാൻഡ് ആയതുകൊണ്ട് അതായത് 400 രൂപയ്ക്ക് മേടിക്കുന്ന ഡ്യൂറക്സിന്റെ ലൂബ് എന്ന് പറഞ്ഞ സംഗതി നിങ്ങളത് തുറക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അതിനകത്ത് ഫ്ലേവേഴ്സോ ഫ്രാഗ്രൻസ് എന്തെങ്കിലും ഉണ്ടാവാം. ഈ പറഞ്ഞ സംഗതി നിങ്ങളെ സംബന്ധിച്ചോളം കയ്യിൽ കിട്ടുന്ന ഒരു ലഗേജ് ആണ് അത്. ആ സംഗതി നിങ്ങൾ ഒരു പക്ഷേ ക്യാരി ചെയ്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് ആ പ്രാവശ്യത്തെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സംബന്ധിച്ചോളം അത് അത്രയും വലിയൊരു ബാധ്യതയാവും. ഒന്നാമത് 400 കൊടുത്ത് അല്ലെങ്കിൽ 500 കൊടുത്ത് മേടിച്ചൊരു സാധനം കളയാൻ പറ്റില്ല. എടുത്ത് വെക്കണേ തന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അത് ശരിക്കും ഒരു ലഗേജ് മേടിക്കുന്ന പോലെയാണ്. ഒരാൾക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടു നടക്കുന്ന സംഗതി അടുത്ത ആവശ്യം വരെ അത് ലഗേജ് മാത്രമാണ്. അതിന്റെ ഇടയ്ക്ക് ബ്രേക്കപ്പ് ആയ പിന്നെ അന്ന് ബിംബോ അവിടെ 1 വർഷം ഇരിക്കുന്നു. പിന്നെ അടുത്ത റിലേഷൻഷിപ്പിൽ എത്തുന്ന ഒരു സമയത്ത് അല്ല, അടുത്ത റിലേഷൻഷിപ്പിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഇത് നീ ഇതിന് മുമ്പ് പിന്നെ ഞാൻ ഇതുപോലെ ഈ പേഴ്സണൽ ലൂബ്രിക്കൻസ് ആയിട്ട് ബന്ധപ്പെട്ട വേറെ ജോക്സ് ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു പ്രാവശ്യം ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞാണ്, ചേട്ടാ ഈ സാധനം തീരെ മോശമാണ്. അപ്പൊ എന്താ സംഭവം? ആള് കോണ്ടം യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ കോണ്ടം യൂസ് ചെയ്യുന്നതിന് മുന്നാണ് പുള്ളിക്കാരൻ പേഴ്സണൽ ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്തത്. ഇത് അപ്ലൈ ചെയ്തിട്ട് ഈ സാധനം ഇതായിട്ട് സംഭവിച്ച കാര്യമുണ്ടോ? ഞാൻ ഇതായിട്ട് പറഞ്ഞാണ്. അപ്പൊ ശരിക്കും അപ്പൊ ആ പുള്ളിക്കാരൻ നോക്കിയിട്ട് ഒരു രീതി നടക്കണില്ല. നേരത്തെ പറഞ്ഞപ്പോഴേ ഡിവോഴ്സ് രക്ഷപ്പെടാൻ അങ്ങനെ എന്തെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് തന്നില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറയാം. എൻ്റെ എക്സ്പീരിയൻസ് ആണ് പല ആൾക്കാരിൽ നിന്ന് കിട്ടിയ ഫിഗേഴ്സ് ആൻഡ് ഫാക്ട്സ് വെച്ച് ഞാൻ പറയാം. 69 ആണോ കിട്ടിയ ഫിഗർ? ഈ ഫാക്ട്സ് എന്ന് പറഞ്ഞ സംഗതി അത്രയും ജെന്യൂൻ ആയിട്ട് തന്നെ പറയുന്നതാണ്. നമുക്ക് ഈ കുറച്ച് ഈ കൗൺസിലേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഈ ഡൈവേഴ്സിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ സംഭവിക്കുന്നത് കോടതിയുടെ അടുത്ത് നേരെ കൗൺസിലിങ്ങിന് പോകാൻ പറയാം. അപ്പോൾ റെഗുലറായിട്ട് ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരായിട്ടൊക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം. അപ്പൊ അവർ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള പ്രശ്നം മറ്റേതാണ്. ആ മറ്റേ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള സൊല്യൂഷൻ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരിവിടെ വന്നേക്കണത്. അപ്പൊ ഇവരെ കറക്റ്റായിട്ടൊരു സെക്സ് എഡ്യൂക്കേഷൻ രീതിയിലേക്ക് മുന്നോട്ട് പോയി അവർക്കൊരു സെക്സോളജിസ്റ്റിന്റെ അടുത്തേക്ക് ബന്ധപ്പെട്ടതിന് പോലെയാണ് അവർ ഒരു കൗൺസിലറിന്റെ അടുത്ത് എത്തിയേക്കണത്. അപ്പൊ ആ ഒരു റൂട്ടിലേക്ക് കൂടെയാണ് ഇവർ അൾട്ടിമേറ്റ്ലി അവിടെ എത്തിയെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. 6ാമത്തെ മാസം കംപ്ലീറ്റ് ആകുമ്പോൾ അവർ വീണ്ടും ഡൈവോഴ്സ് കൺസെപ്റ്റിലേക്ക് തന്നെ എത്തിപ്പെടുന്നത്. അപ്പൊ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ എത്തേണ്ട സ്ഥലത്തേക്കല്ല കോടതി ശരിക്കും അവരെ പറഞ്ഞു വിടേണ്ടത് ആദ്യം തന്നെ ഒരു സെക്സോളജിസ്റ്റിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അറിവ് കൊടുക്കാൻ പറ്റിയ ആൾക്കാരുടെ അടുത്തേക്കാണ്. കൗൺസിലിംഗ് ഓക്കെ, അത് സെക്കൻഡ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വിട്ടാൽ മതിയായിരിക്കും. ഒരു 60-70% ആൾക്കാരെയും അടുത്ത ലെവലിലേക്ക് പറഞ്ഞുകൊണ്ട് വരത്തില്ല. നമ്മൾ ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്തിട്ടില്ല. ചേട്ടാ ഇതിലൊരു സാധനം എന്ന് വെച്ചാൽ നമ്മൾ സെക്സിനെ പറ്റി ഇത്ര ടബു ടോപ്പിക് ആവുന്നത് സെക്സ് ഒരു അഡിക്റ്റീവ് സാധനം അല്ലേ? പലരും സെക്സിനോട്ട് അഡിക്റ്റഡ് ആവുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് പലപ്പോഴും ഒരു മൊറാലിറ്റി ഇതിലോട്ട് കയറി. ഞാൻ അതിനെ കുറച്ചും കൂടെ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫുഡും സെക്സ് ഒരുപോലെ തന്നെയാണ്. അത് നമുക്ക് ഇപ്പൊ ഇന്ന് നമ്മളിപ്പോ കായ്ക്കാൻ്റെ ബിരിയാണി കഴിച്ചു, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ആ കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരത്തേക്ക് അടുത്ത ബിരിയാണി വെച്ചാൽ ഇനി വേണ്ട, നമ്മൾ വയറുള്ളി നിറഞ്ഞു കഴിഞ്ഞിരിക്കാൻ വേണ്ട. പക്ഷേ അന്ന് രാത്രി ആകുമ്പോഴോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴോ വീണ്ടും നമുക്കെന്നാ കായ്ക്കാൻ്റെ ബിരിയാണി കഴിക്കാം. ആ ഒരു തോന്നലാണ്. ഇപ്പം ഇന്ന് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ അവർ ഹാപ്പി ആയിട്ടുള്ള രീതിയിലന്ന് ക്ലൈമാക്സ് ഒക്കെ സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്തേക്കാണ് പിന്നെ നോ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ആഫ്റ്റർ 1 or 2 days അഗെയിൻ ഒരു യെസ് ആണ്. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്, അതിന് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അല്ലാതെ അങ്ങനെ പറഞ്ഞത് ഞാനൊരു കാര്യം പറയും. ഇപ്പൊ അനിമൽസ് ആയിക്കോട്ടെ ഹ്യൂമൻസ് ആയിക്കോട്ടെ ഇവല്യൂഷൻ വൈസ് നോക്കുവാണെങ്കിൽ ഒരു ആൾക്ക് ഒരു പെയർ എന്നുള്ള കൺസെപ്റ്റ് ഒരാൾക്ക് ഒരു പാർട്ട്ണർ എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞ സംഗതി അത് സോഷ്യൽ ലൈഫിൽ നമ്മൾ ആ ഒരു ഹൈറാർക്കിയിൽ അങ്ങനെയാണ് നല്ലതെന്നുള്ള രീതിയിൽ നമ്മൾ എത്തിപ്പെട്ടേക്കുന്ന ഒരു സംഗതിയാണ്. ഇവല്യൂഷൻ വൈസ് അനിമൽസ് ആയിക്കോട്ടെ ഒരുമാതിരിയെല്ലാം പല കിളികളിലും കാര്യങ്ങളൊക്കെ സിംഗിൾ പാർട്ട്ണർ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. മെജോറിറ്റി ഓഫ് അനിമൽ കിങ്ഡത്തിലുള്ള എല്ലാം അവർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ട് എന്നുള്ള രീതി തന്നെയാണ്. ഇപ്പൊ ഈ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള ഒരു മനുഷ്യൻ സോഷ്യലി അവർക്ക് എല്ലാ കമ്മിറ്റ്മെന്റ്സും കറക്റ്റായിട്ട് ഇത് മുന്നോട്ട് പോകണം. അവർക്ക് അത്രയും കുട്ടികൾ അല്ലെങ്കിൽ അത്രയും പേയേഴ്സിനെ കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്തൊക്കെ മുന്നോട്ട് പോകാൻ പറ്റാന്നുള്ള സംഗതി ചിലപ്പോൾ പ്രാക്ടിക്കൽ അല്ലായിരിക്കും. അവരൊരു പക്ഷേ സോഷ്യലി അക്സെപ്റ്റബിൾ അല്ലാത്തൊരു കൺസെപ്റ്റ് ആയിരിക്കാം. പക്ഷെ ഞാൻ പറയുന്ന ഒരു രീതി ഇത്രേ ഉള്ളൂ, സെക്സ് ഈസ് ഡിവൈൻ ഇൻസൈഡ് ദ ഹൗസ്, ഔട്ട്സൈഡ് ഈസ് ഡർട്ടി.
അതായത് ഈ പറഞ്ഞ സെക്സിനെ ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്ത മോശപ്പെട്ട സാധനമായിട്ടാണ് വീട്ടിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ അത് വളരെ ആ വീട്ടിലെ കാര്യങ്ങൾ ശരിക്കും ഭംഗിയായിട്ടുള്ള രീതിയിലല്ല മുന്നോട്ടാണ്. ഇൻസൈഡ് ദ ഔട്ട് ഈസ് ഡിവൈൻ 100%. ഔട്ട്സൈഡിലേക്ക് പോകുന്ന സാഹചര്യം ഇല്ലാണ്ടിരിക്കട്ടെ. പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ചിലപ്പോൾ റിലീജിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ആൾക്കാരുണ്ട്, സെക്സ് പിള്ളേരുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്, ഇതിൽ ഒരുപാട് സുഖമുണ്ട്, ആ സുഖത്തിൽ പെട്ടുപോകരുത് എന്ന്. സെക്സ് ഫോർ ദ സേക്ക് ഓഫ് പ്ലഷർ അങ്ങനെ എനിക്ക് തോന്നണില്ല പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ആണെന്നുള്ളത്. അല്ലെ സൊസൈറ്റി ആയാലും നമ്മുടെ പേരൻസ് ആയാലും അല്ല, നമ്മുടെ പേരൻസ് വെച്ചാൽ ഒരു 25-30 വയസ്സ് വരെ സെക്സ് ചെയ്യരുത്, അത് കഴിഞ്ഞാൽ പെട്ടെന്ന് സെക്സ് ചെയ്ത് പിള്ളേരാക്കിക്കോ, ആ ഒരു സാധനമല്ലേ. അപ്പൊ ഈ ഒരു സെക്സിന്റെ ഒരു എൻറ്റയർ ഐഡിയ തന്നെ ഒരു പ്രൊപ്പഗേഷൻ സെക്സിനല്ല നമ്മള് ശരിക്കും പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത്, അൺസേഫ് സെക്സിനെ ഒഴിവാക്കണം. അൺസേഫ് സെക്സ് എന്ന രീതിയിൽ പല രീതിയിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി ഇല്ലാത്ത രീതിയിലുള്ള സംഭവങ്ങൾ, പിന്നെ സേഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് സംഭവിക്കുന്ന സെക്സുകൾ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോഴ്സ്ഡ് സെക്സ് സംഭവിക്കുന്ന കാര്യം, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കപ്പെടേണ്ടത്. രണ്ടുപേരുടെ പരസ്പര സമ്മതത്തോടെ സംഭവിക്കുന്ന ഈ പറഞ്ഞ അപ്രോപ്രിയേറ്റ് ഏജിൽ അതുകൊണ്ട് കേട്ടോ സംഭവിക്കുന്ന സെക്സിനെ നമ്മൾ ഒരു തബു കൺസെപ്റ്റായിട്ട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വെരി വെരി നോർമൽ നാച്ചുറൽ ആയിട്ടുള്ള സംഭവം തന്നെയാണത്. സംശയങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ട് ചോദിക്കുക. ഇതെങ്ങനെയാണ് നമുക്കിത് അല്ല, ഇത് എവിടെ മാർക്കറ്റില് നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് എവിടെ കിട്ടും? പ്രേക്ഷകർക്ക് ഒത്തിരി പ്ലാറ്റ്ഫോംസ് കിട്ടാനുണ്ട്. ഫസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് വഴി മേടിക്കാം, www.sleepme.care. അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ക്യാഷ് ഓൺ ഡെലിവറിയും. ഇതിന്റെ 3 പാക്കിന് ഒരു ആകർഷണമായ പ്രൈസാണ് 69. പിന്നെ 5 എണ്ണത്തിന്റെ പാക്കുണ്ട്, 10 എണ്ണത്തിന്റെ പാക്കുണ്ട്, 20 എണ്ണത്തിന്റെ പാക്കുണ്ട്. ആവശ്യത്തിന് ആൾക്കാർക്ക് ഓൺലൈനിൽ അത് ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മളൊരു 4, 5, 6 മാസം കഴിഞ്ഞ് ഇത് എല്ലാ മെഡിക്കൽ ഷോപ്പിലെല്ലാം ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോഴേക്കും ഇതൊന്ന് ഫെമിലിയർ ആവട്ടെ ആൾക്കാർ, ഇതെല്ലാം ഈ ബ്രാൻഡിങ്ങും ഈ പറഞ്ഞ പ്രൊഡക്റ്റും ആൾക്കാർ കുറച്ച് ഫെമിലിയർ ആവട്ടെ. പിന്നെ അടുത്ത ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അടുത്ത രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ബിസിനസ് ഉണ്ട്. ആ നമ്പർ എനിക്ക് തോന്നുന്ന ഈ വീഡിയോയിൽ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ നമ്പറിൽ എല്ലാ എൻക്വയറിക്കും അപ്പം തന്നെ റിപ്ലൈ വരുന്നതായിരിക്കും. അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെക്സ്റ്റായിട്ടോ വോയിസ് ആയിട്ടോ കോളായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് റിപ്ലൈ കിട്ടിക്കോളും. അതിനകത്ത് ഓർഡറും ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് എല്ലാം അതിൽ തന്നെ ചെയ്യാനുള്ള സ്കോപ്പ് അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇനി എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും അധികം താമസിയാണ്ട് തന്നെ ആക്റ്റീവ് ആയിരിക്കും. ഫ്ലിപ്കാർട്ട്, മീഷോ, ക്രെഡ് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും അധികം താമസിയാണ്ട് തന്നെ എത്തിപ്പെടും. ഓൾറെഡി ലിസ്റ്റിംഗ് കംപ്ലീറ്റഡ് ആണ്. അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് മാത്രമേ ഇനി അപ്ഡേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആവാനുള്ളൂ. പിന്നെ ഇനി ഭാവിയിലേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ അടുത്തേക്ക് ഇത് സേഫായിട്ട് എത്താന്നുള്ള കാര്യം കൂടി ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ അയക്കുന്ന ഒരു കവറ് ഒരാളുടെ കയ്യിൽ എത്തുമ്പോൾ അതൊരു പേഴ്സണൽ ലൂബ്രിക്കൻ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഷെയിമോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ഡിസ്ക്രീറ്റ് പാക്കിംഗ് ആണ്. അതായത് ഇതിനകത്ത് വരുന്ന ആ കവർ പൊട്ടിച്ചാൽ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എന്താണെന്ന് അറിയത്തുള്ളൂ. കവറിനകത്ത് പ്രത്യേകിച്ച് വേറെ ബ്രാൻഡോ ലോഗോയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. സാധാരണ ഒരു നോർമൽ കൊറിയർ വരുന്ന പോലെ നോർമൽ ഒരു കവർ വരുന്ന പോലെ തന്നെ ഇതും വീട്ടിൽ ഡെലിവർ ആകത്തുള്ളൂ. സ്ലിപ്മിയുടെ വെബ്സൈറ്റിൽ നിന്ന് എവിടെയൊക്കെ ഉള്ളത് ഓർഡർ ചെയ്യാൻ പറ്റും? ഇന്ത്യ ഇപ്പൊ അതിനൊരു ഡെസ്റ്റിനേഷൻ അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല. എവിടെ വേണമെങ്കിലും പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് പുറത്തേക്കുള്ള സംഗതി ഓർഡർ ചെയ്യുമ്പോൾ ആ ഡെലിവറി ചാർജ് ഒരു പക്ഷേ സബ്സ്റ്റാൻഷ്യലി ഹൈ ആയിരിക്കും. എനിക്ക് തോന്നുന്ന ഒരു അഫോർഡബിൾ പേഴ്സണൽ ലൂബ്രിക്കൻ്റ് ജെന്യുവിൻ പ്രൈസിൽ കിട്ടാന്നുള്ള രീതിയിലേക്ക് നോക്കുമ്പോൾ ആ കൊറിയർ ചാർജ് ചിലപ്പോൾ ഒരു അബ്നോർമലി ഹൈ ആയിരിക്കാം. അത് ഞാൻ ആക്ച്വലി ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഡെലിവറി ചാർജിനെ പറ്റി കമ്പയർ ചെയ്യണതിനെ പറ്റി എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് ഒരു ഐഡിയ ഇല്ല. പക്ഷെ അതൊരു ഭയങ്കര ഹൈ ഒരു സാധ്യതയുണ്ട്. നമുക്ക് ഇതിന്റെ ലിങ്കുകളൊക്കെ നമ്മൾ ഒരു കമന്റ് ആയിട്ട് കൂടെ പിൻ ചെയ്തിടാം. ഇത് ഡിസ്ക്രീറ്റ് ആണെന്ന് പൊട്ടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ട ഷാമ്പൂന്റെ പാക്കറ്റാണെന്ന് പെട്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം പിള്ളേരെ വേണേ ഷാമ്പൂ എന്ന് പറഞ്ഞു വേണമെങ്കിൽ പറ്റിക്കാൻ പറ്റും. നിങ്ങള് കപ്പിൾസ് വിഷമിക്കാൻ ബാത്റൂമിലൊക്കെ ഇരുന്നാലും കണ്ടാൽ ഏകദേശം ഷാമ്പൂന്റെ പാക്കറ്റ് തോന്നുന്നുള്ളൂ. പാക്കിങ്ങിനെ പറ്റി ഞാൻ ഒന്ന് ഇച്ചിരി വേണമെങ്കിൽ സംസാരിക്കാം. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സണൽ ലൂബ്രിക്കൻ്റായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ₹1 പോലും ലാഭിക്കണതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പാക്കിങ്ങിൽ തന്നെ ഇത് 3 ലെയർ പാക്കിംഗ് ആണ്. സാധാരണ ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഒരു സിംഗിൾ ലെയർ പാക്കിങ്ങിലും ആക്കാവുന്നതാണ്.
3 ലെയർ പാക്കിംഗ് ആണ്. ആ 3 ലെയർ പാക്കിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഡെലിവറി ചെയ്യുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഗതി നമ്മൾ ക്യാരി ചെയ്യുന്ന സമയങ്ങളിലോ ഒക്കെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ആ കവർ പിടിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു സാഷയാണ് കൈ പിടിക്കുക എന്നുള്ളൊരു ഫീൽ വരാം. ഇതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ A to Z കാര്യങ്ങളിലും പൈസ ലാഭിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ അതിനകത്ത് ഒരു സമയത്ത് ഒരു കൺസെപ്റ്റായിട്ട് എടുത്തിട്ടില്ല. മാക്സിമം ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഫോർഡബിൾ പ്രൈസ് എത്തിക്കാൻ വേണ്ടി അതിനകത്ത് ഒരു 2 രൂപ 3 രൂപ 5 രൂപ 10 രൂപ എത്ര ആയിക്കോട്ടെ അത് ലാഭിക്കാൻ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല ഒന്നും. ഓക്കെ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത് ഞാൻ അതിനകത്ത് ഒരു ടാഗ് ലൈനായിട്ട് പറഞ്ഞു വെച്ചാൽ 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആഡഡ് വിത്ത് ലവ്. ആ ഒരു രീതിക്കാണ് എല്ലാ പാക്കേജ് സീൽ ചെയ്ത് ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണോ അതോ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു തേർഡ് പാർട്ടി മാനുഫാക്ചറെ കൊണ്ട് നമ്മുടെ ഫോർമുല അവരെ കൊണ്ട് ചെയ്യിച്ചേക്കുവാണ്. ഇത് ചേട്ടൻ ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. നമ്മൾ ആക്ച്വലി ഒരു സിംഗപ്പൂരുള്ള ഒരു PhD റിസർച്ച് സെക്ഷൽ വെൽനസ് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു ആളെ കൊണ്ട് ഏകദേശം ഒരു 8-8.5 മാസത്തോളം നമ്മൾ പല പല കോമ്പിനേഷൻസ് ആളെ കൊണ്ട് തന്നെ ട്രൈ ചെയ്യിച്ച് നമുക്കതിനകത്ത് നല്ലതാണെന്ന് നമുക്ക് അത്രയും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മളത് പിന്നെ ബാക്കിയുള്ള ലൈസൻസിങ് ആയിട്ട് ബന്ധപ്പെട്ടും ബാക്കിയുള്ള ഫോർമാലിറ്റിയിലേക്കും കടന്നത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തൊരു സാഹചര്യം എന്ന് പറഞ്ഞത് ഇതൊരു സാഷേ മോഡലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 7-8 മാസം പഠിച്ചു. ആലോചിക്കുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ അത് ഭയങ്കര സിമ്പിളായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് തോന്നാമായിരിക്കാം. പക്ഷേ ഒരു പേഴ്സണൽ ലൂബ്രിക്കൻ്റ് സാഷയിലാക്കാനായിട്ട് സാഷ മെഷീൻ മേടിക്കുന്ന മുതലുള്ള പ്രോസസ്സ് കോംപ്ലിക്കേറ്റഡ് ആണ്, സിമ്പിളല്ല. ഇപ്പം ഇതിൻ്റെ കട്ട് തന്നെ ആയാലും ഇത് സ്ട്രെയിറ്റ് കട്ടാണ്. ഇപ്പോൾ സാധാരണ ഒരു സാഷയിൽ എന്തെങ്കിലും സാധനം കണ്ടെങ്കിൽ അതിങ്ങനെ വി ഷേപ്പ് എന്ന് പറഞ്ഞ് കാണാം. അപ്പം അങ്ങനെ ഒരിക്കലും നമ്മളൊരു ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആ രീതിയിൽ ഒരു സ്റ്റാമ്പ് പോലെ കിടക്കാൻ പാടില്ല എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി സ്ട്രെയിറ്റ് കട്ട് മാത്രമല്ല 3 സൈഡും നിർബന്ധമായിട്ടും അതിൻ്റെ തിക്നെസ് ഉണ്ട്. അത് അത്യാവശ്യം നല്ല ഗ്യാപ്പിൽ തന്നെ അത് സീലായിട്ടുണ്ട്. നോർമലായിട്ടുള്ള രീതിയിൽ അതിനകത്ത് ഒരു ലീക്ക് ഉണ്ടാവാനുള്ള ചാൻസുകളൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി അതിനകത്ത് യൂസ് ചെയ്തെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ സംഗതി ആയിക്കോട്ടെ ഇതിൽ തന്നെ നമ്മൾ ഒരു തരി പോലും ഒരു സേഫ്റ്റി സംഗതികൾക്ക് ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കുന്ന സ്ഥലത്തുള്ള ടെസ്റ്റിംഗ് കൂടാണ്ട് തന്നെ നമ്മൾ ലോക്കലായിട്ടും പല സമയങ്ങളും ക്വാളിറ്റി ചെക്സ് നടത്തുന്നുണ്ട്. അറ്റ് എ ടൈം ഓരോ ബാച്ചിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സാമ്പിൾസ് 3 പ്രാവശ്യം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരു ഹൈ ക്വാളിറ്റി സംഗതി എല്ലാ സ്റ്റേജിലും ചെക്കിങ് കഴിഞ്ഞിട്ടാണ് അൾട്ടിമേറ്റ്ലി ഇതൊരു പാക്കായി നമ്മുടെ ബ്രാൻഡിൽ പുറത്തേക്ക് വന്നുള്ളൂ. ഇത് റിസർച്ച് ടൈമിൽ മാനേജർ ഉപയോഗിച്ച് നോക്കിയായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ച് നോക്കാണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം പോലും ഇല്ലല്ലോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണൽ ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു രാവിലെ പല്ല് കഴിക്കുമ്പോൾ നമ്മൾ പേസ്റ്റ് തേക്കണ പോലെ തന്നെയാണ്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് വ്യത്യാസമില്ല. പക്ഷേ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാർക്ക് അത് എല്ലാ ദിവസവും അത് പല്ല് തേക്കണ പോലെ ആവരുത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതിനകത്ത് ഏറ്റവും നല്ലത്. രാവിലെ പല്ല് തേക്കണ പോലെ ആവരുത്. എനിക്ക് ആ ഒരു സാധനം അതായത് സെക്സിന്റെ ഒരു പാർട്ട് മാത്രമാണ് പെനിട്രേഷൻ എന്ന് പറയുന്ന സാധനം. അതിന് മുമ്പേ ഫ്ലേർട്ട് ഉണ്ട്, ഫോർ പ്ലേ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു എക്സ്പീരിയൻഷ്യൽ സാധനമാണ്. അതായത് ഒരു കപ്പിള് അവരുടെ ലൈഫിൽ സെക്സ് പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള ടൈം കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്യുമ്പോഴല്ലേ ഇതൊരു പ്ലഷറബിൾ എക്സ്പീരിയൻസ് ആവുള്ളൂ. നമ്മൾ പെട്ടെന്ന് അടിച്ച് തീർക്കാൻ നമ്മളിപ്പോൾ ഒരു സെക്ഷൽ പാർട്ട്നേഴ്സ് 2 പേര് തമ്മിൽ ഒരു ഡേറ്റിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ അവർ വർത്താനം പറഞ്ഞ് ഇന്ന ദിവസം അവർ ഫ്രീ ആണ് അല്ലെങ്കിൽ ഇന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഉണ്ടാവാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന സംഗതികൾ ഉണ്ടാവായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും പ്ലാൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ആ പ്ലാനിങ് കൂടെ ഭയങ്കര നല്ലതായിരിക്കും. അല്ലെങ്കിൽ എല്ലാ സമയത്തും അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം റിപ്പീറ്റേറ്റീവ് പരിപാടികൾ തന്നെ ആയിരിക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള പ്ലാനിങ്ങുകളും കൂടെ ഈ ഡേറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അവർ അത്യാവശ്യം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ടൊരു ഡിസ്കഷൻ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനുകളിലേക്കും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ അവരെ ചിലപ്പോൾ സഹായിക്കാം. ഇതിനൊക്കെ ചേട്ടന്റെ ഹോം സ്റ്റൈല് പല രീതിയിൽ എന്നിട്ട് ചേട്ടൻ അവരെ താന്ത്രിക് ചേരാ. ഞാൻ ഈ താന്ത്രിക് ചെയർ എന്ന് പറഞ്ഞ സംഗതി ശരിക്കും പറഞ്ഞാൽ അത് ആൾക്കാർ അങ്ങനെ വലിയ കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നണില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും നല്ലൊരു സംഭവമാണ്. അതായത് ഒരു ഫർണിച്ചർ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് സഹായിക്കേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ ഡിഫറെൻറ്റ് പൊസിഷനുകളിലേക്ക് ഒരു പക്ഷേ നമ്മൾ ഏർപ്പെടാനായിട്ട് നോർമൽ ബെഡ് ഒരു പല രീതിയിൽ ആൾക്കാരെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഈ സാധനം കണ്ടോ അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇതാണ് താന്ത്രിക് ചെയർ. ഞാൻ നോക്കുമ്പോ താന്ത്രിക് ചെയറിൽ അങ്ങനെ പൊസിഷൻസിന് കൗണ്ട് ഒന്നും ഇല്ല ശരിക്കും അൺലിമിറ്റഡ് ആണ്. ആ പൊസിഷൻസ് പലതും നമ്മൾ പ്രതീക്ഷ പൊസിഷൻ
അല്ല അപ്പൊ വേറെ ഇനി ഇതൊരു സെക്ഷുവൽ വെൽനസ് ഒരു ബ്രാൻഡ് ആക്കാൻ പ്ലാൻ അതാണ് എന്റെ അൾട്ടിമേറ്റ് എയിം. അതായത് ഇപ്പൊ സ്ലിപ്പ് പേരില് നമ്മൾ പാസോഫിന് ഒരു ലൂബ്രിക്കന്റ് ഇപ്പൊ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ സ്ലിപ്മിയുടെ തന്നെ ഈ പ്രൊഡക്റ്റ് റേഞ്ച് നമുക്ക് ഭാവിയിലേക്ക് പല ഫ്രാഗ്രൻസിലും പല ഫ്ലേവേഴ്സിലും അത് കുറച്ചും കൂടെ വിപുലപ്പെടുത്തി അതിൽ റേഞ്ച് ആക്കണം തന്നെ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സെക്ഷുവൽ വെൽനസ് പ്രൊഡക്ട്സ് ബാക്കിയുണ്ടല്ലോ, ആ സംഗതികളെല്ലാം ഇതിനകത്ത് ആഡ് ആയി വരും. അത് എന്നിട്ട് ഭാവിയിലേക്ക് വലുതാവണം. താന്ത്രിക് ചെയർ പുതിയൊരു ഇൻഫർമേഷൻ ആണ്. താന്ത്രിക് ചെയർ തീരെ അൺയൂസ്ഡ് ആൾക്കാർ, എനിക്ക് തോന്നുന്നില്ല അതേ ആൾക്കാർക്ക് ഇപ്പൊ ഈ പേഴ്സണൽ ലൂബ്രിക്കൻസിനെ പറ്റി അറിയുന്ന അത്ര ആൾക്കാർക്ക് പോലും താന്ത്രിക് ചെയറിനെ പറ്റി അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ചായിരുന്നു, ഇപ്പൊ പേഴ്സണൽ ലൂബ്രിക്കൻ ചോദിച്ചു എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചു. ഇപ്പൊ 2 പേർക്ക് അറിയാം, 2 പേർക്ക് അറിയാൻ മേല. അപ്പൊ ഈ താന്ത്രിക് ചെയർ എന്ന് പറയുന്ന സംഗതി ഇതിനകത്ത് എത്ര പേർക്ക് അറിയാം? എനിക്കറിയാം. എത്ര? 1 2 വരാനുണ്ടോ? ഓക്കെ. അപ്പൊ സംഗതി വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഫർണിച്ചർ തന്നെയാണ്. അതുമായിട്ട് പ്രത്യേകിച്ച് ഒരു ടാബുമായിട്ട് കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിൽ ബെഡ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു ഇരിക്കാനുള്ള ചെയർ പോലെ തോന്നിക്കുന്ന ഒരു സംഭവം. അതിനകത്ത് ഇരിക്കുന്നത് കംഫർട്ടബിൾ അല്ല, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആണ്. നമുക്ക് തോന്നലാണ് ഒരു പക്ഷേ ആ കപ്പിൾസിനേലും കൂടുതൽ അറിവ് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ഉണ്ടാവാം. വേറെ കണ്ടെങ്കിൽ മറ്റേ ഫ്രീഡോയുടെ ഇങ്ങനെ ഒരു വെഡ്ജ് പോലത്തെ ഒരു സാധനം കണ്ടില്ലേ, പില്ലോ പോലത്തെ പ്രോഡക്റ്റ്. അത് ചെയ്യാനൊക്കെ അല്ലേ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഈ BDSM പറ്റി, അതായത് BDSM കിങ്സ് ഇതിനെ പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം? ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കുറെ ഫാന്റസി രീതിയിൽ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം എത്ര ആൾക്കാർക്ക് ഈ പറഞ്ഞ ഫാന്റസി കാര്യങ്ങൾ റിയാലിറ്റിയിൽ പ്രാവർത്തിയാക്കാൻ പറ്റുന്നതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്. ഞാൻ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. ഓവർ ഫാന്റസൈസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് പോകുമ്പോൾ അതിനകത്തുള്ള ഡിവൈൻ ഫാക്ടറോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്ക് ഒന്നും, അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ ഒരു അഡ്വഞ്ചർ ഫീലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അൾട്ടിമേറ്റ്ലി അവരതിനകത്ത് സീക്ക് ചെയ്യേണ്ടാവും. അതിനകത്ത് അൾട്ടിമേറ്റ്ലി സെക്ഷൽ ക്ലൈമാക്സിനാലും കൂടുതലായിട്ട് അവരെ ഹാപ്പി ആക്കണത് അഡ്വഞ്ചർ ഫീലൊക്കെ ആയിരിക്കാം. ഡിപെൻഡ്സ് ഓൺ ദ പേഴ്സൺ ആണ്. 2 പേർക്ക് BDSM താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് നോക്കാം. 2 പേർക്ക് സെക്സ് ഡിവൈൻ ആണെങ്കിൽ അവർ അങ്ങനെ നോക്കാം. ഒരാൾക്ക് സെക്സ് ഡിവൈനും മറ്റൊരാൾക്ക് BDSM താല്പര്യം കിങ്സും വരുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്. അവിടെ ഇതുകൊണ്ടും കാര്യങ്ങൾ സോൾവ് ആവില്ല. ലൂബ്രിക്കേറ്റഡ് കോണ്ടംസ് വരാറില്ല. ലൂബ്രിക്കേറ്റഡ് കോണ്ടംസ് എന്ന് പറയുന്ന സംഗതി ഭയങ്കരമായ തെറ്റായൊരു കൺസെപ്റ്റാണ്. അതായത് ഈ കോണ്ടം എന്ന് പറയുന്ന സംഗതി ഒരു ലാറ്റക്സ് മെറ്റീരിയലാണ്. അത് ശരിക്കും പറഞ്ഞാൽ ചുരുട്ടി അതിനെ പാക്ക് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ആ ലാറ്റക്സ് സമയം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം അതിനകത്ത് ഒരു ഇച്ചിരി ലൂബ്രിക്കേഷൻ ഉള്ളതാണ്. അത് ഒരിക്കലും പെനിട്രേറ്റീവ് സെക്സിന് ആവശ്യമായ ക്വാണ്ടിറ്റി ലൂബ്രിക്കേഷൻ അതിനകത്ത് ഇല്ല. അത് ജസ്റ്റ് ആ ലാറ്റക്സ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുന്നതാണ്. പല ആൾക്കാരും ലൂബ്രിക്കൻസ് തെറ്റോ ഇത് ഓൾറെഡി ഇതുമേ ഉണ്ടല്ലോ ഇനി എന്തിനാ വേറെ. ഇത് അത് ആക്ച്വലി അതിൻ്റെ പർപ്പസ് വേറെയാണ്. അത് പെനിട്രേഷനുള്ള പർപ്പസ് അല്ല, അത് സ്റ്റിക്കായി ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയുള്ള പർപ്പസുള്ള സംഭവമാണ് അതിനകത്ത്. ഈ ഒരു വേറൊരു സാധനം നീ ചോദിക്കണ്ടായിരുന്നു. എന്താണ് മറന്നുപോയാ? നീ ഓർത്തിട്ടുണ്ടായിരുന്നില്ലേ? ഇതാണ് ഈ സാധനം മേടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത മറന്നുപോവാണ്. ചേട്ടന്റെ പൂളിന്റെ ഞാനാണെങ്കിൽ ഒരു കാര്യം ഉണ്ട്, ഈ ലോങ് ലാസ്റ്റിംഗ് അതിനൊക്കെ എന്തെങ്കിലും ഉള്ള അതൊക്കെ ആൾക്ക് ഇതിന്റെ ഒരു ബിസിനസ് ഉണ്ടെന്നുള്ള നീ മറ്റേ എല്ലാ ചോദ്യത്തിനും അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ക്വാളിഫൈഡ് സെക്സോളജിസ്റ്റ് അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല. പക്ഷെ അറിയാവുന്ന ഇൻഫർമേഷനോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഗ്യാദർ ചെയ്യുന്ന ഇൻഫർമേഷൻസോ ഷെയർ ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ടൈം ഡ്യൂറേഷൻ കൂടുതൽ കിട്ടുക അല്ലെങ്കിൽ സ്റ്റാമിന കൂടുതൽ കിട്ടുക, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആസ് പെർ ഇന്ത്യൻ റൂൾസ് അനുസരിച്ച് അങ്ങനത്തെ ഒരു ക്ലെയിം ഒരു കാര്യം പറയണ്ടെങ്കിൽ അത് തെറ്റാന്നാണ്. ഇനി ആ പർപ്പസിന് യൂസ് ചെയ്യണ ആ സാധനത്തിന് അത് ക്ലെയിം ചെയ്യാവോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ ഒരു ലൂബ്രിക്കൻ എന്നുള്ള രീതിയിൽ അത് സ്റ്റാമിന കൂട്ടും അല്ലെങ്കിൽ അത് ഒത്തിരി പ്ലഷർ കിട്ടും അങ്ങനെ ക്ലെയിം എന്ന് പറയുന്ന സംഗതി ലീഗലല്ല. അങ്ങനെ ക്ലെയിം കൊടുക്കാൻ പറ്റില്ല. ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അവോയ്ഡ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ അത് കംഫർട്ടബിൾ ആയിട്ടുള്ള പെനിട്രേഷൻ പോസിബിൾ ആക്കാന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള റോങ് ക്ലെയിംസ് എന്തെങ്കിലും ഈ പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ട അസോസിയേറ്റ് പറയണമെങ്കിൽ അത് ആര് പറഞ്ഞാലും, ഞാൻ പറഞ്ഞാലോ ഇനി വേറെ ആര് പറഞ്ഞാലോ അത് ഇല്ലീഗലല്ല, ഇല്ലീഗലാണത്. നമ്മുടെ ഈ വീണ്ടും ഞാൻ പറഞ്ഞു, നമുക്ക് റോങ് ക്ലെയിംസ് ഇല്ലാത്ത ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലൂബ്രിക്കൻറ്റ് അറ്റ് അഫോർഡബിൾ പ്രൈസ്, അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റോങ് ക്ലെയിം ഇല്ല. സ്ലിപ്പ് മീ എന്നുള്ള പേര് സത്യം പറഞ്ഞ എൻ്റെ ഐഡിയ. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ബ്രാൻഡ് നെയിം കിട്ടാൻ വേണ്ടി നമ്മൾ ഒത്തിരി അന്വേഷിക്കേണ്ടായി. നമ്മളൊരു ഏകദേശം ഒരു 1.5 മാസത്തോളം നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ യൂണീക്ക് ആയിട്ടുള്ള പേര് വേണം. ആ പേര് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റായിട്ട് റിലേറ്റ് ചെയ്യണ സംഗതിയാവണം. അപ്പോൾ നമ്മൾ ഒത്തിരി കോമ്പിനേഷൻസും പെർമ്യൂട്ടേഷൻസ് ഒക്കെ ട്രൈ ചെയ്തു, AI യൂസ് ചെയ്തു, ഒത്തിരി ആൾക്കാരെ ഡിസ്കസ് ചെയ്തു. ഒരു 120ഓളം 130ഓളം പേര് നമ്മൾ ഷോർട്ട് ലിസ്റ്റ്. പക്ഷേ ആ പേരുകളൊന്നും നമുക്ക് ഒരു പ്രാവശ്യം കേട്ട് 2ാമത്തെ പ്രാവശ്യം അയ്യോ ഇത് പോരല്ലോ അങ്ങനെ നമുക്ക് തോന്നി
ലാസ്റ്റ് നമ്മൾ എത്തിപ്പെട്ട ഒരു ഡിസിഷനാണ് നമുക്ക് സ്ലിപ്പ് മീ എന്ന് പറഞ്ഞ പേര്. ആ പേര് ഈ പ്രൊഡക്റ്റിനെ കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സ്ലിപ്പ് മീ എന്ന് പറഞ്ഞ പേര് ഉള്ള സമയത്ത് ഇനി ഈ പ്രോഡക്റ്റിനെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അധികം വാക്കുകൾ ഇനി വേണ്ടി വരത്തില്ല. സ്ലിപ്പ് ചെയ്യുന്നൊരു സാധനമാണ്, സ്ലിപ്പറിയാണ്. മാത്രമല്ല ആ സംഗതിയുടെ ഫീലും വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ആയിട്ടുള്ള ഒരു സർഫസിൽ കൂടെ നടക്കാന്ന് പറഞ്ഞ സംഗതി ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്ലിപ്പ് ആവാത്ത ഒരു സർഫസിൽ ഒരു പെൻട്രേഷൻ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് ക്യാപ്ഷൻ ആവശ്യമില്ല, ടൈറ്റിൽ മാത്രം ക്യാപ്ഷൻ വേണ്ട. ലോഗോ ഇങ്ങനെ ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഡിസൈനും കാര്യങ്ങളെല്ലാം ലാക്മേ എന്ന് പറഞ്ഞ ബ്രാൻഡ് എൻ്റെ പാക്കിംഗ് ഡിസൈൻ ചെയ്യുന്ന സെയിം ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ ലോഗോവും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അവരതിനകത്ത് വലിയ വലിയ അർത്ഥങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്ന അതിനകത്ത് ഒരു രണ്ട് പാർട്ട്നേഴ്സ് പോലത്തെ ആൾക്കാർ അതിനകത്ത്. അതെ, അവരതിനകത്ത് ഞാൻ കാണാത്തതോ എനിക്ക് മനസ്സിലാത്തതായിട്ടുള്ള പല അർത്ഥങ്ങളും അതിനകത്ത്. ഷാമ്പൂവിന്റെ പാക്കറ്റിലെ പോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം ആൾക്കാരെ. ഇത് പഞ്ചസാര ഉണ്ട് പറഞ്ഞ പിന്നെ എന്റെ ടെൻഷൻ ഇങ്ങനെ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. ഒരു കുഴപ്പമില്ല. ഞാൻ വീണ്ടും പറയുന്നത് ഇതിനകത്ത് 100% ഫുഡ് ഗ്രേഡ്, അതായത് ഈ ഒരു ചോദ്യം കൂടെ, അതായത് നമ്മൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു ഗ്യാപ്പിൽ ആൾക്കാർ സെക്സിനെ പറ്റി മനസ്സിലാക്കുന്ന പോണിൽ കൂടെയാണ്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. എന്താണ് നിർദ്ദേശം? ഇല്ല എന്ന് വെച്ചാൽ പോണിലെ പ്രശ്നം കുറെ എത്തിക്കൽ, അതെ പോണിൽ എത്തിക്കൽ പ്രശ്നങ്ങളും സാധനങ്ങളും ഉണ്ടല്ലോ. അപ്പോ ഞാൻ പണ്ട് വായിച്ചിട്ടുള്ളതാണ്, ഒരു വെബ്സൈറ്റ് ഉണ്ട് ബെലസ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ്. ബെലസ എത്തിക്കൽ പോൺ വെബ്സൈറ്റ് ആണ്. അവിടെ ആക്ച്വലി ഇതേപോലെ കൺസെൻഷ്വൽ പിന്നെ ഇതേപോലെ എഡ്യൂക്കേറ്റീവ് സാധനമൊക്കെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ ഇത് പ്ലേസ് ചെയ്യാം. അവര് സമ്മതിക്കണ്ടേ? അവിടെ ഇങ്ങനെ അവരുടെ മേജർ ഈ ഒരു സാധനം ഇതേപോലെ ടോയ്സും സാധനവും പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ് ആണ് അവരുടെ മേജർ. അവരുടെ പ്രോഡക്ട്സും ഉണ്ട്. ഇത് ഞാൻ വേറെ കാര്യം പറയാം. ഇപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നത്. ആ സാധനത്തിനെ പറ്റി എത്ര പേർക്ക് അറിയാം? നമ്മള് ശരിക്കും പറഞ്ഞ ഉള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കേരള അല്ലെങ്കിൽ മലയാളി, ആ കമ്മ്യൂണിറ്റിന്റെ ഉള്ളിൽ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു എത്തിക്കൽ പോൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റി ഒരാളെങ്കിലും ഈ ഒരു ജില്ലയിലുണ്ടെങ്കിൽ അത് അത്ഭുതമാണ്. ശരി, എന്തായാലും അതിനെ പറ്റി അറിയണവർക്ക് ഇതറിയൂടാ അത്രയ്ക്ക്. ഇതെവിടെയാണ് ദൂരദർശന് ചിത്രഗീതത്തിന്റെ കൂടെ അവിടെയൊക്കെ പ്ലേസ് ചെയ്താലും സാധാരണക്കാരനെ ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഓൾറെഡി ഒത്തിരി ബാച്ചിലർ ജോക്സും സംഗതികളെല്ലാം ഈ പറഞ്ഞ ഇതിന്റെ ഓരോ പർപ്പസിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫെയിൽ ചെയ്തേക്കുന്ന ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അഡ്വർടൈസ്മെന്റ് ചെയ്തേക്കണ ഷൂട്ട് ചെയ്തേക്കുന്ന സംഭവങ്ങൾ യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ നമ്മളത് പെയ്ഡ് പ്രൊമോഷനായിട്ട് ചെയ്ത് അല്ലെങ്കിൽ ആൾക്കാരിൽ എത്തിക്കാൻ നോക്കുമ്പോൾ യൂട്യൂബ് നമ്മുടെ അടുത്ത് പറയുന്നത് ഇതൊരു ഫാമിലി കണ്ടന്റ് അല്ല, അത് കാരണം കൊണ്ട് ഇത് പെയ്ഡ് പ്രൊമോഷന് എലിജിബിൾ അല്ല എന്നുള്ള രീതി. ഇപ്പോൾ 3 പ്രാവശ്യത്തോളം നമ്മുടെ കണ്ടന്റ്സ് ആ രീതി പറഞ്ഞിട്ട് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊരു നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സെഗ്മെന്റ് കറക്റ്റായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പോവായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് അറിയാവുന്ന ഇതുവരെയുള്ള മാർഗ്ഗങ്ങൾ വെച്ച് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത കണ്ടന്റ്സ് നമുക്ക് ഇതുവരെ പെയ്ഡ് പ്രൊമോഷനായിട്ട് പോലും യൂട്യൂബിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിനകത്തൊന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, അതിനകത്ത് ഒരു 18+ സംഗതികളും ഇല്ല. അതിനകത്ത് ജോക്സും ഈ പറഞ്ഞ ബാച്ചിലർ കണ്ടന്റ്സും ബാച്ചിലർ ജോക്സ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. നമ്മുടെ സ്ലിപ്പ് മീ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോസ് എല്ലാം കുറച്ചെല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡാണ്. ഇനിയും ഏകദേശം 48ഓളം കണ്ടന്റ്സ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം റെഡിയാണ്. അപ്പോൾ ആ ഓരോ കണ്ടന്റിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സണൽ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ, ഡ്രസ്സിൽ സ്റ്റെയിൻ ആവില്ല എന്നുള്ളതോ, അതല്ലെങ്കിൽ ഇത് ലാറ്റക്സ് ഫ്രണ്ട്ലി എന്നുള്ള കാര്യങ്ങളോ, അതല്ലെങ്കിൽ ഈ സംഗതി ഒത്തിരി ഈ പറഞ്ഞ പോലെ പ്ലഷറബിൾ മൊമെന്റ്സ് ഉണ്ടാക്കാൻ ചാൻസ് എന്നുള്ള ആ മെസ്സേജുകൾ കൺവേ ചെയ്യാൻ പറ്റിയ ജോക്സാണ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജോക്സ് വഴി ഈ കാര്യങ്ങളെല്ലാം ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. 48 കണ്ടന്റ് ഷൂട്ട് ചെയ്യാനിരിക്കുന്നത് നമ്മൾ ഓൾറെഡി 7-8 കണ്ടന്റ്സ് ചെറിയ ക്ലിപ്സ് ആയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആക്ടറിനെ വേണോ അതിന്? ഓൾറെഡി ഞങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഈ ജോണിന്റെ ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് അതിനകത്ത് അഭിനയിക്കാൻ അറിയുന്ന ജോണിന്റെ ഫ്രണ്ട്സ് എല്ലായിടത്തും മെയിൻ സ്ട്രീം ആയിട്ടുള്ള
ഇപ്പൊ ബോൾഡ് കെയർ എന്ന് പറഞ്ഞ കമ്പനി, ബോൾഡ് കെയർ എന്ന് പറഞ്ഞൊരു കമ്പനി ബോൾഡ് കെയർ രൺവീർ സിംഗും ജോണി സിൻസിനെ വെച്ചിട്ടാണ് ആഡ് ചെയ്തത്. അതൊരു ഭയങ്കര വൈറൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇത് പറയാം. നമ്മളിപ്പോൾ ആസ് ഓഫ് ഇപ്പോൾ ഉള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡെറ്റ് ഫ്രീ മനുഷ്യനാണ്. എൻ്റെ ഒരു കമ്പനിക്കും ഇന്നേവരെ ഇപ്പോൾ ഈ സെക്കൻഡിൽ പറയാൻ കൊള്ളാവുന്ന ഒരു ലോണോ ഒരു EMI ഒന്നും തന്നെ ഇല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യലി ഒരു ലോൺ ഇല്ലാത്ത രീതിയിൽ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം. നമ്മളിപ്പോൾ ഫിനാൻഷ്യലി നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നാളെ മറ്റൊന്ന് ഒരു ലോസോ അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ പോയില്ല എന്ന് വിചാരിച്ച് ഞാൻ അതിനെ ഒരു ഭയങ്കര നെഗറ്റീവായിട്ട് കാണാനില്ല. ഇത് ചിലപ്പോൾ അടുത്ത 6 മാസമോ അല്ലെങ്കിൽ അടുത്ത ഒരു കൊല്ലം ഒരു പക്ഷേ ഇതൊരു ലോസ് മേക്കിംഗ് ബിസിനസ് ആവാം. നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു മാസം 2-3 ലക്ഷം വെച്ച് നമ്മൾ ആഡ് സ്പെൻഡിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാമ്പയിൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവയർനെസ് ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള സംഗതി ആ ഫേസിൽ കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ഒരു കൊല്ലം ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന വിചാരിച്ച് ഞാൻ അതേ പ്രതീക്ഷിക്കണം. അതിനകത്തൊരു നെഗറ്റീവ് സംഭവിച്ചെന്ന് വിചാരിച്ച് അതെന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഇതുമായിട്ടുള്ള എല്ലാ ഡിസ്കഷനും ഇന്നുൾപ്പെടെ ഞാൻ ഇതെല്ലാം തമാശയായിട്ടാണ് കണക്കാക്കണം. എൻ്റെ ലൈഫിൽ ഇതെല്ലാം തമാശകളാണ്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനെ ഞാനൊരു ജോക്ക് സൈഡിൽ തന്നെയാണ് കാണുന്നത്. അതിനകത്ത് ഈ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സെക്കൻഡിലും ചിരിയാണ്. നമ്മൾ ഓരോ കൺസെപ്റ്റും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പക്ഷേ ഒരു സ്റ്റാൻഡപ്പ് കോമഡി കാണിച്ചാൽ എന്തോരം ചിരിക്കുമായിരിക്കോ അല്ലെങ്കിൽ അത്രയോ അതിൽ കൂടുതൽ ചിരിയോടെ സംഭവിക്കുന്നുണ്ട്. എൻ്റെ ഒരു ബലമായ ഒരു സജഷൻ അടുത്ത പ്രാവശ്യം നമ്മൾ ആഡിന് വേണ്ടി എല്ലാവരും ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളെ പോലത്തെ നല്ല ചീഞ്ഞ തലകൾ അത് കുറച്ചും കൂടെ നമുക്ക് മീനിങ് ജോക്കുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമായിരിക്കും. ഞങ്ങളോട് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കണ്ട് ജോൺ നമ്മുടെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അത് ഓടിയിട്ടുണ്ടോ ആഡ്? ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ആസ് ഓഫ് 3 ദിവസം മുന്നോ 4 ദിവസം മുന്നോ നമ്മളത് പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് കൊടുക്കാൻ നോക്കിയപ്പോ അത് ഈ പറഞ്ഞ ഇത് പോയിട്ടില്ല. പക്ഷെ നമ്മുടെ യൂട്യൂബ് ചാനൽ അത് അപ്ലോഡാണ്. പക്ഷെ അത് എനിക്ക് ആൾക്കാരുടെ അടുത്ത് എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ കൺസെപ്റ്റ് ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മളങ്ങനെ ഒരു ചീപ്പ് ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്ന പോലെ അല്ല ചെയ്തത്. അതിന്റെ ക്വാളിറ്റി നല്ല രീതിയിലാണ് വന്നേക്കണേ. അത് ഞാൻ പറയാം. അതായത് ഈ കൺസെപ്റ്റ്, അതായത് നമ്മളിപ്പോൾ ആക്ച്വലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പേഴ്സണൽ ലൂബ്രിക്കൻ കൺസെപ്റ്റിന്റെ ഗുണങ്ങൾ ഇന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ അത് എനിക്ക് തോന്നുന്നത് നമ്മൾ കളി അല്ലെങ്കിൽ അതൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്നോണ്ടായിരിക്കാം. അപ്പൊ അത് ബാക്കിയുള്ള ആൾക്കാർ ആ പേര് പറയണ്ടാവില്ല. സംഗതി അതൊരു ടോയ് ആണ്. പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശിക്കുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് യൂട്യൂബ് ചിലപ്പോൾ അതായിരിക്കാം. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. ഇപ്പൊ കളി എന്ന് പറഞ്ഞ പേര് കാര്യം ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയുന്ന രീതി അനുസരിച്ച് വരുമ്പോ അവർക്കൊരു പക്ഷെ അതൊരു കറക്റ്റ് ഒരു എല്ലാ പരസ്യങ്ങളും അവസാനം ഇനിയാണ് കളി പ്രശ്നം വരാൻ പാടില്ല ആയിരിക്കാം. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു ആഡിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കിടന്നുറങ്ങുന്ന ഒരു പയ്യനെ വിളിച്ചിട്ട് അവന്റെ പാർട്ണർ വിളിച്ച് പറയുന്നത് എടാ നീ ഫ്രീ ആണെങ്കിൽ നമുക്കൊരു കളി കളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അവനോട് ചെസ് ബോർഡോ കാരം ബോർഡോ എന്തോ ആയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇതാണ് കളി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്ഷൽ ലൂബ്രിക്കന്റ് എടുത്ത് കാണിച്ചു തന്ന പോലത്തെ അങ്ങനത്തെ വളരെ ഓപ്പൺ പറയുന്ന പോലത്തെ ആഡ്സ് ആണ് നമ്മുടെ അതിനകത്ത്. ഇനിയാണ് കളി എന്ന് പറഞ്ഞ ഒരു പോയിന്റ്. ആയിട്ട് നിൽക്കാണ്. അങ്ങനത്തെ ഈ ഇതിനകത്തുള്ള നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്ന എല്ലാ കണ്ടന്റും അതുപോലത്തെ ബാച്ചിലർ ജോക്സ് ആണ്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതിനകത്ത്. അശ്ലീലത എന്ന് പറഞ്ഞ കൺസെപ്റ്റേ ഇല്ല, ഓൺലി ജോക്സ്. ആ ജോക്ക് വഴി നമ്മൾ ഇതിനെ കൺവേ ചെയ്യാനാണ് ഇത്ര നാൾ ശ്രമിച്ചേക്കണത്. ഇനിയായാലും നമ്മുടെ എല്ലാ ശ്രമങ്ങളും ആ ഒരു പോയിന്റ് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ ചേട്ടനൊരു ഇതുണ്ടായിരുന്നു, ഇത് റീച്ച് ചെയ്യേണ്ടത് സാധാരണക്കാരിലേക്കാണ്. അതെ, അതായത് നമുക്ക് ഇപ്പൊ ഒരു HNI ക്രൗഡിനോ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ക്രൗഡിനോ പേഴ്സണൽ ലൂബ്രിക്കൻസിനെ പറ്റിയുള്ള ധാരണകൾ കുറവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് 400, 1000, 2000 രൂപയുടെയൊക്കെ പ്രൊഡക്ട്സ് മേടിക്കാനും അതിലേക്ക് അവരെത്തിപ്പെടാനൊന്നും അവർക്ക് ബുദ്ധിമുട്ടില്ല. സാധാരണക്കാർ 1000, 1500 രൂപയൊക്കെ ഡെയിലി വരുമാനമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു LGBT കമ്മ്യൂണിറ്റി, അവർക്കൊക്കെ ഇൻകം ലെവൽസ് കുറവുള്ള ആൾക്കാരായിരിക്കും. അവരെ പോലത്തെ ആൾക്കാർക്ക് ഒരു ജെന്യുവിൻ പേഴ്സണൽ ലൂബ്രിക്കന്റ് ചെറിയ പ്രൈസിന് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് എത്തിക്കാൻ ഇതൊരു പക്ഷെ സഹായിക്കും. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഈ പേഴ്സണൽ ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞ ഈ സാധനം എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ഓഫ് നൗ ഒരു മണി മേക്കിംഗ് ബിസിനസ് അല്ല. 100% ആയിട്ട് പറയാം. ഇത് ആസ് ഓഫ് നൗ ഫോർ ദ ടൈമിങ് അടുത്ത ഒരു കൊല്ലത്തേക്കെങ്കിലും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല രീതിയിലുള്ള ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ലോസ് മേക്കിംഗ് ബിസിനസ് ആയിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതിനെ പറ്റി ഇപ്പം ആസ് ഓഫ് നോ എനിക്ക് എക്സ്പെക്ടേഷൻസേ ഉള്ളൂ. പക്ഷേ ആസ് ഓഫ് നോ ഐ എം ജസ്റ്റ് കൺസിഡറിങ് ഇറ്റ് ലൈക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവയർനെസ് ആൾക്കാരെ ചിലപ്പോൾ സഹായിക്കായിരിക്കാം. ഒരു പക്ഷേ എൻ്റെ കമ്പനിയോ അല്ലെങ്കിൽ വേറെ കമ്പനിയോ സഹായിച്ചാൽ തന്നെ ആയാലും അത് ഒത്തിരി ആൾക്കാർക്ക് ഗുണം ഉണ്ടാവും.
അതായത് ഇത്രയും നാൾ എണ്ണയും പാമ്പോയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റായ ഓയിൽ ബേസ് സാധനങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒത്തിരി ആൾക്കാരെ ഒരു പക്ഷേ നമ്മുടെ ഈ ക്യാമ്പയിൻ കൊണ്ട് നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, എന്റെ ഒരു ഫ്രണ്ട് റിൻഷാദിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. റിൻഷാദിന് പാർട്ട്ണർ ഇല്ല, അപ്പൊ റിൻഷാദ് മെയിൻലി മാസ്റ്റർ. അങ്ങനെ നമ്മൾ ഈ മാസ്റ്റർബേഷനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കേണ്ട ഒരു മോശപ്പെട്ട കാര്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതിന് യാതൊരു ആവശ്യമില്ല. അല്ല ഞാൻ ചോദിക്കുന്നത് അതിന് ഈ ഒരു സാധനം, അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു വിറ്റോക്സ് കാണുന്നതും കൂടുതൽ ആൾക്കാർ സിംഗിൾ അല്ല അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് ചെയ്താൽ പ്ലഷർ കൂടാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ സ്റ്റഡി ഉണ്ട്. അപ്പൊ നമുക്ക് മാസ്റ്റർബേഷനിൽ ഇത് ഉപയോഗിക്കാം. 100% ഉപയോഗിക്കാം. അല്ല നമ്മള് സാധാരണ ഞാനിങ്ങനെ US-ലൊക്കെ ആൾക്കാർ ബോക്സ് ഓഫ് ടിഷ്യൂ മറ്റേ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ആരും അങ്ങനെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഉപയോഗിച്ച് ശീലമില്ല. അത് ചെയ്ത അതിന്റെ ഡിഫറൻസ് ഉണ്ട്. അത് ചെയ്ത ഹെൽത്ത് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ റെഗുലർ ദീപക് പറഞ്ഞ പോയിന്റ് വാലിഡ് എന്ന് തോന്നുന്നു. അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ റെഗുലർ ആയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരാൾ, ഓക്കെ, അയാൾ റെഗുലർ ആയിട്ടാണ് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്. അതായത് വീക്കിലി ഒരു 5-6 ടൈംസ് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരാൾ, അയാളാണെങ്കിൽ ബെയർ ഹാൻഡ് ഇട്ടാണ് മാസ്റ്റർബേറ്റ്. അങ്ങനത്തെ ഒരാൾ ലൂബ്രിക്കന്റ് ഉപയോഗിക്കുന്നത് അങ്ങനെ ലോങ് ടേം ആയിട്ട് ഒരു ബെറ്റർ കാര്യമാണോ? അഡ്വൈസബിൾ ആണ്. അവന് ലൂബ്രിക്കേഷൻ സംഭവിക്കും. ഞാൻ പറയട്ടെ, ഞാൻ ഇതിന് അഹങ്കാരം എന്ന് പറയും. 25 രൂപ എടുത്തിട്ട് ഒരു വാറണി അതുവരെ ചെയ്യുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി. ഇന്നേ വരെ ഒരു കാശലവില്ലാത്തൊരു കാര്യത്തിനാണ് പ്രീമിയം ആക്കുന്നത്. 25 രൂപ ചെലവാക്കി 25 രൂപയോളം ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു എക്സ്പെൻസ് ആയിട്ട് 40 രൂപ 50 രൂപയ്ക്ക് കൊക്കോള കുടിച്ച് ദാഹം മാറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 25 രൂപ കോസ്റ്റ്ലി ആണ്. ഞാൻ ഇന്ന് കുടിച്ച ഒരു ഡയറ്റ് പെപ്സി 130 രൂപയായിരുന്നു 300 ml ക്യാൻ. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. ഈ പനപ്പള്ളി നാട്ടിൽ എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് എന്താ റൈറ്റ് സൈഡിലുള്ള എന്തോ ഈറ്റ് അവിടെ ഞാൻ കഴിച്ച പെപ്സിക്ക് 130 രൂപയാണ്. എനിക്ക് മനസ്സിലാവില്ല 300 ml ഉള്ള പെപ്സിക്ക് ഇമ്പോർട്ടൻ്റ് എന്താന്നൊക്കെ പറയുന്നു. പക്ഷെ അത്രയും കാശിനുണ്ടായി. അൾട്ടിമേറ്റ്ലി അതിന്റെ പർപ്പസ് എന്താ? കൊഞ്ചിങ് തെസ്റ്റ്. അത് തന്നെയല്ലേ ഇതും. അപ്പൊ 25 രൂപയ്ക്ക് ഇത് വർത്താണ്. 25 രൂപ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളത് ഒരു സാഷയ്ക്കാണ് 25 രൂപ. ബണ്ടിൽ പാക്ക് ആയിട്ട് 3 എന്ന് പറഞ്ഞാൽ 69 രൂപ. അന്നേരം എത്ര ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ എത്ര? 23. 5 എണ്ണം ആകുമ്പോൾ 120 രൂപ എന്തോ വരുള്ളൂ. അപ്പൊ വീണ്ടും കാശ് കുറയാൻ തുടങ്ങി. 20 അന്നേരം എത്ര? 20. 24. പക്ഷെ അതെനിക്കൊന്ന് കൊരിയറും ബാക്കി കാര്യങ്ങളൊക്കെ അന്നേരം വ്യത്യാസമുണ്ട്. വെയിറ്റിലൊക്കെ വ്യത്യാസം വരുന്നുണ്ടല്ലോ. ഇനി അടുത്ത പാക്ക് ഓഫ് 10 തന്നെ. പാക്ക് ഓഫ് 10 എന്ന് പറയുമ്പോൾ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ പ്രൈസ് ഭയങ്കരമായിട്ട് പിന്നെയും കുറയുണ്ട്. അതായത് 199 വന്നുള്ളൂ, 19 രൂപയായി. അതായത് ഇനി അടുത്തത് പാക്ക് ഓഫ് 20 ഉണ്ട്. പാക്ക് ഓഫ് 20 ആണെങ്കിൽ 349 എന്തോ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ 6 ദിവസമുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് മേടിക്കാവുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മെയിൻ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന മെയിൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കൊറിയർ പാക്കിംഗ് അങ്ങനത്തെ സംഭവങ്ങൾക്കാണ് ഇതിന്റെ മെയിൻ. നമുക്ക് ഈ വല്ലാണ്ട് പ്രൈസ് ഒത്തിരി കുറയ്ക്കാൻ പറ്റാണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു 10 എന്ന് പറഞ്ഞ സംഗതി അല്ലെങ്കിൽ 20 എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ പ്രൈസ് അങ്ങനെ കുറയുന്നതിന്റെ റീസൺ അതാണ്. ഇതിന്റെ ഹാൻഡ്ലിങ്, ഒരാളത് പാക്ക് ചെയ്യണം, ഒരാളത് ഡെസ്പാച്ച് ചെയ്യണം, ഒരാളത് ഡെലിവറി ചെയ്യണം. അപ്പോൾ ഇതിനെടുത്താലും അത് 1 ആയാലും 10 ആയാലും 20 ഈ സംഗതി എല്ലാം സെയിം വർക്ക് തന്നെയാണ്. പാക്കിംഗ് ആയിക്കോട്ടെ, ഡെസ്പാച്ച് ആയിക്കോട്ടെ, ഡെലിവറി ആയിക്കോട്ടെ, കൊറിയറിന് പറഞ്ഞ എഫേർട്ട് ആയിക്കോട്ടെ, ഇനി അത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അതിന് സംഭവിക്കുന്ന എഫേർട്ട് ആയിക്കോട്ടെ, എല്ലാം ഈ 1 ആയാലും 10 ആയാലും 20 സെയിം, ഏകദേശം സെയിം ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് ഓഫ് പ്രൈസിംഗ്. 20 വാങ്ങിച്ചാൽ 17-50 പൈസ ആവത്തുള്ളൂ. ഓൾമോസ്റ്റ് ഒരു ബ്രാൻഡഡ് കോണ്ടത്തിന്റെ ഒരു സിഗരറ്റിന്റെ പൈസ അല്ലേ? നമ്മൾ ഒരു ദിവസം അതാ കഴിഞ്ഞിട്ട് സിഗരറ്റ്, അതിന് മുമ്പേ മുകളിലാണ് ഞാനൊരു സാധനം പറയാനുണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഡോക്ടർ ക്യൂട്രസ് എന്ന് പറഞ്ഞിട്ട്. അവര് സെക്ഷുവൽ വെൽനസ് ചെയ്യുന്ന. അവര് പറഞ്ഞ് ഒരാളിങ്ങനെ കുറെ സെക്സ് ചെയ്തിട്ട് കുട്ടി ഉണ്ടാവുന്നില്ല, ഓക്കെ, അങ്ങനെ പിന്നെ കുറി വന്ന് അവസാനം അയാള് പൊക്കളുടെ മുകളിലായിരുന്നു. അയാൾക്ക് അത്ര അവയർനെസ് ഇല്ല. നമുക്ക് ചേട്ടന്റെ വേറെ ബിസിനസ്സുകളെ പറ്റി കൂടെ ചോദിക്കാം. മനേട്ടൻ
കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ കൂടെ ഉണ്ട്. ഈ സെക്ഷൽ വെൽനസ് കാറ്റഗറി ആണല്ലോ ഇത്. ഈ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും? ഒരു സപ്പോർട്ടില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ്. ഒരു കോസ്മെറ്റിക് സെഗ്മെന്റിലോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ വെൽനസ് പ്രൊഡക്റ്റിനോ കേരളത്തിൽ ലൈസൻസിങ് കിട്ടാന്ന് പറഞ്ഞ സംഗതി കുറെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ ശരിക്കും അതിന്റെ പ്രൊഡക്ഷൻ ഗുർഗാവണിൽ ചെയ്യുന്നതിന്റെ റീസൺ തന്നെ അവിടെ ഈ ലൈസൻസിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എളുപ്പമായതുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ബൈപ്പാസ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ലൈസൻസ് കിട്ടുന്നല്ല പറഞ്ഞത്. പക്ഷെ അവിടെ ഈ കാര്യങ്ങൾ കുറേയും കൂടെ, അതായത് ഇവിടെ നടക്കുന്നതിൽ ഒത്തിരി എളുപ്പമാണ്. ഇവിടെ കേരളത്തിൽ പല ബിസിനസ്സും കേരളത്തിൽ നിർത്തി വേറെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിൻ്റെ റീസൺ ഇവിടുത്തെ കാര്യങ്ങളുടെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് കോസ്മെറ്റിക് ആണോ ഡ്രഗ് ആണോ പോലും മനസ്സിലാവില്ല. ബേസിക് ഞാൻ പറയണം, ഇവിടുത്തെ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈസൻസ് ആയിട്ട് വന്നിട്ട് സംസാരം തുടങ്ങുമ്പോൾ കോസ്മെറ്റിക്കിൻ്റെ ആണോ ഡ്രഗ് ആണോ ഈ സെഗ്മെൻറ്റ് വന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. ബേസിക്കലി അവർക്ക് അറിയത്തില്ല. കേരളത്തിൽ ഒരാളുടെ അടുത്ത് നമ്മൾ ചെന്ന് ഒരു ഓയിൽ കൊണ്ട് ആയുർവേദിക് ഫോർമുലേഷനാണ് അതിന് ലൈസൻസ് പറഞ്ഞാൽ ഒരു പക്ഷേ പിന്നെയും ആയുർവേദിക് സംഭവങ്ങൾക്ക് ആ ലൈസൻസ് കിട്ടാനുള്ള സാധ്യത കുറേ കൂടുതൽ. പക്ഷേ ഒരു ഓയിൽ ബേസ്ഡ് അല്ലാണ്ട് ഒരു ജെനുവിൻ പേഴ്സണൽ ലൂബ്രിക്കൻ്റ് ഒരു ലൈസൻസും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ബിസിനസ് ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പൊ ലൈസൻസിങ്ങിലോട്ട് വരുമ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. പക്ഷെ അത് കിട്ടാൻ ഇന്നേ വരെ കേരളത്തിൽ വാട്ടർ ബേസ്ഡ് ആയിട്ട് വേറെ പേഴ്സണൽ ലൂബ്രിക്കൻ്റ് ലൈസൻസ് കിട്ടിയിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇനി അറിവുണ്ട്. സർക്കാർ കോണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് അതാ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ HLL ഒരു HLL ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് ആണല്ലോ നമ്മൾ കേരളത്തിന്റെ തന്നെ ഒരു ഭയങ്കര വലിയ തിരുവനന്തപുരത്തിന്റെ ഒരു വലിയൊരു കേരളത്തിൽ നിന്ന് വന്ന ഒരു ബ്രാൻഡില്ലേ HLL ആണല്ലോ മൂഡൊക്കെ ചെയ്യുന്ന HLL അല്ലേ അവർ ചെയ്യുന്ന മൂഡ്സ് ഒക്കെ HLL അല്ലേ കേരളത്തിൽ നിന്ന് വന്ന ബ്രാൻഡ്. അപ്പൊ അത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് സർക്കാർ സ്ഥാപനം. ഇതല്ല സാധനം, ഐ മീൻ ലൂബ്രിക്കന്റ് അല്ല. കോണ്ടം പോലെ തന്നെ സെക്ഷൽ അവയർനെസ് കൊടുക്കേണ്ട സാധനം തന്നെ അല്ലേ ഇത്? നിർബന്ധമല്ലേ? അല്ല, ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ഇപ്പം നമ്മൾ LGBT കമ്മ്യൂണിറ്റി കൺസിഡർ ചെയ്യാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അൺഅവോയ്ഡബിൾ സാധനമാണ്. ഇത് മസ്റ്റാണ്. ഇതില്ലാതെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത്രയും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കേണ്ടവർക്ക് അത്രയും അവരെ സംബന്ധിച്ചിടത്തോളം ജെന്യൂൻ ആയിട്ടുള്ള സാധനം അവർക്ക് അവൈലബിൾ അല്ല. ആ പ്രൈസിന് അവർക്ക് താങ്ങാൻ പറ്റുന്ന പ്രൈസിനല്ല. അത് 400-500 രൂപയൊക്കെ ചിലവാക്കാൻ പറ്റിയ എത്ര LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. LGBT കമ്മ്യൂണിറ്റിയിലുള്ള വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ റെസ്പെക്ട് ആയിട്ടുള്ള ജോലി തന്നെയുള്ളൂ. ബാക്കി ഒരുമാതിരി എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ നമുക്ക് ജെന്യൂൻ അല്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടാണ് അവർ ഡേ ടു ഡേ ലൈഫ് അവർ മുന്നോട്ട് നിൽക്കണേ. അങ്ങനത്തെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യുന്ന റെഗുലർ കസ്റ്റമേഴ്സ്. പെയ്ഡ് സെക്സിൽ എവിടെയാ ഫോർ പ്ലേ ഉള്ളത്? അല്ല, പെയ്ഡ് സെക്സിൽ ഫോർ പ്ലേ ഇല്ല. അവിടെ പെനിട്രേറ്റീവ് സെക്സ് മാത്രം സംഭവിക്കണം. പെയ്ഡ് സെക്സ് അവർക്ക് ഇത് ഉപയോഗിക്കാമല്ലോ. നിർബന്ധമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടോ? ഓർഡർ ചെയ്യുന്ന ഒരാളുടെ ബാക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ അവർ മാക്കി ഇത് എന്തിനാണ് അവർ ഉപയോഗിക്കപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് ഇന്ന കാറ്റഗറി ഒരു കസ്റ്റമർ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ഓൺലൈനിൽ മേടിക്കുന്നു അല്ലെങ്കിൽ അവർ നമ്മുടെ വാട്സപ്പിൽ മേടിക്കുന്ന ആൾക്കാർ എന്തിനൊക്കെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയത്തില്ല. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് എത്ര നാളായി? സ്ലിപ്പ് മീ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ പേഴ്സണൽ ലൂബ്രിക്കൻസ് ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ട് ഇന്നേക്ക് 4 ദിവസമായി. എക്സ്ക്ലൂസീവ് എപ്പിസോഡ് അല്ല, ഇതിന്റെ ഉള്ളിൽ ഓർഡേഴ്സ് ഡെയിലി ഇപ്പൊ നമുക്ക് ഏകദേശം 80-90 എൻക്വയറീസ് വാട്സപ്പിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി കൺവേർഷൻ റേഷ്യോ നോക്കുവാണെങ്കിൽ നല്ലതാണ്. ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഒത്തിരി ജെന്യൂൻ ആയിട്ടുള്ള ഡൗട്ട്സ് തന്നെ ചോദിക്കണം. എനിക്ക് ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഒരു മാസമോ 2 മാസമോ 3 മാസമോ 4 മാസം മാക്സിമം ഒരു 6 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെല്ലാം, അതായത് നമ്മുടെ ഈ മലയാളം സംസാരിക്കാൻ അറിയുന്ന മലയാളികൾക്കിടയിൽ പേഴ്സണൽ ലൂബ്രിക്കൻസ് എന്താണെന്നും ഇത് 25 രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള സാഷയിൽ ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ് ആണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് നിർബന്ധമായിട്ടും മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് സ്ലിപ്മിയുടെ പേരിൽ സാഷ കൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ വെച്ചാൽ അവൈലബിൾ ഇതെന്താ പ്രൊഡക്റ്റിന് അവയർ അല്ലാത്തൊരു അതവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുള്ളൂ. മെഡിക്കൽ ഷോപ്പിലെ ചേട്ടൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത് ഇത് നല്ലതെന്ന് പറഞ്ഞ് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാനില്ല. അപ്പോൾ അത് അവിടെ ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഓൺലൈനിൽ കൂടെ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന രീതികളും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഓൺലൈനിൽ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് ചെയ്യുന്ന പ്രൊമോഷൻസോ അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ട് കാണിക്കുന്ന പ്രൊമോഷൻ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഈ ആൾക്കാരെ അവെയർ ആക്കാന്നുള്ള രീതിയിൽ മാത്രം ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ജെന്യുവനായിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്നുള്ളത് ആൾക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഇതിൻ്റെ പ്രൈം പർപ്പസാണ്.
ചേട്ടന്റെ ബിസിനസ്സിലൊക്കെ ഒരു കോമൺ തീം എന്ന് പറഞ്ഞ ഒരു ഫൺ, ഒരു അതെ, play. അതുണ്ട്. അത് ഞാൻ ചെയ്യുന്ന ഈ പറഞ്ഞ ബിസിനസ്സുകളിലെല്ലാം ഒരു തമാശയുടെ എലമെന്റ് കൊണ്ടുവരണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഈ എന്റർടൈൻമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സെഗ്മെന്റിലാണ് ഞാൻ ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അത് പൂളായിക്കോട്ടെ, അതല്ലെങ്കിൽ പ്ലേ ഏരിയ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഈ ഹോം സ്റ്റേയുടെ കാര്യങ്ങൾ, എല്ലാവർക്കും ആൾക്കാർക്ക് സന്തോഷം കിട്ടിക്കഴിയുമ്പോൾ അത് നമുക്കും ഒരു സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ലിപ്മിയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജോക്സ്. അത് ഞാൻ കാര്യമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യം ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഒന്നും തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളെപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംസാരം വരുന്നോ അതിനകത്ത് ഒരു 10 മിനിറ്റ് കൂടുമെങ്കിലും 15 പ്രാവശ്യം ചിരിക്കാനുള്ള സാഹചര്യം വരും. അതങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിന്റെ കാര്യം. അങ്ങനെയാണ് നമ്മൾ. അതല്ലാണ്ട് ഈ പ്രൊഡക്റ്റിനെ പറ്റി ഒത്തിരി സീരിയസ് ആയിട്ട് 4 ടൈം കൂട്ടിയിട്ട് ചുറ്റും കൂടി ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ആ ഒരു സെഗ്മെന്റിനെ പറ്റി ചിന്തിച്ച് ചിരിച്ച് നല്ല രീതിയിലുള്ള ഒരു എന്റർടൈൻമെന്റ് മൂഡിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെ മറ്റന്ന് ഈ മെസ്സേജ് കറക്റ്റ് ആയിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് എത്തുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇതോടുകൂടി എത്തും തോന്നുന്നു. പിന്നെ തീർച്ചയായിട്ടും 4 ഫീഡ്ബാക്ക് കൊടുക്കുകയല്ലേ. അല്ല, ഇത് ഒരു കാര്യമാണ് ഞാൻ പറയാം. എനിക്ക് ഇപ്പോൾ വിറ്റ് ടോക്സ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ജോൺ പറയുന്ന സമയത്ത് ഞാൻ ഡൗട്ട്ഫുൾ ആയിരുന്നു എത്രത്തോളം ഈ സംഗതി നന്നായി വരുന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞ പല പോയിന്റ്സും ചിലപ്പോൾ ആൾക്കാർക്ക് ഒത്തിരി ഉപകാരം ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കണം. എനിക്കങ്ങനെ തോന്നുന്നു. ചിലപ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ അത്യാവശ്യം ഒരു പോയിന്റെങ്കിലും കൺവേ ചെയ്താൽ നല്ലതായിരിക്കും. ഓയിൽസ് എന്ന് പറഞ്ഞ സാധനം ദയവേത് ലൂബ്രിക്കേണ്ടത് തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ പരസ്യം കണ്ടോ ദയവേത് ഉപയോഗിക്കാണ്ടിരിക്കുക. വീട്ടിലെ വെളിച്ചെണ്ണയും വീട്ടിലെ പാമോയിലൊക്കെ പപ്പടം കാച്ചാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് മാത്രം ഉപയോഗിക്കുക. അത് വാരിക്കോരി തേച്ച് ദയവേത് അനാവശ്യമായ കാര്യം. ഇല്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഡിസ്കഷൻസ് കൂടുതൽ നടക്കാൻ ഒരു സാധ്യതകളാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ഏതെങ്കിലും ആയിക്കോട്ടെ, അവിടെ ഏതെങ്കിലും ഒരു സെക്ഷൽ വെൽനെസ് പ്രൊഡക്റ്റിന്റെ ഒരു ബ്രാൻഡിന്റെ ബിസിനസ് ആണോ അല്ലെങ്കിൽ ആരെങ്കിലും അതിന്റെ ആൾക്കാർ അവരെ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കുന്ന ഒരു ടോക്കോ അല്ലെങ്കിൽ വേറെ എന്തോ കാര്യം എനിക്കറിയത്തില്ല ഉണ്ടോന്ന് കാര്യം. ഇതിങ്ങനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഞാൻ ഇതൂടെ പറയാം. ഇപ്പൊ നിങ്ങളിപ്പോ ആസോനെ പറ്റുമെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കാം. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്ന് ഇത് കൂറയാണെങ്കിൽ കൂറയെന്ന് തന്നെ പറയണമെന്ന് ഞാൻ പറയാം. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞില്ലെങ്കിലും കൂറയാണെങ്കിൽ കൂറയെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഈ എപ്പിസോഡിന്റെ ക്ലൈമാക്സിനെ പറ്റി എന്താണ് ചേട്ടന്റെ അഭിപ്രായം? വളരെ സ്മൂത്ത് ഈ എപ്പിസോഡിനെ കുറിച്ച് പറയാം. അതെ, വളരെ ഒരു ഗ്ലൈഡിംഗ് മൊമെന്റ് ആയിരുന്നു. വളരെ സ്മൂത്ത് ആയിട്ടാണ് നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഈ ബ്രാൻഡിനെ പ്ലേസ് ചെയ്തത്. ഒരു സ്മൂത്ത് കോൺവെർസേഷൻ ആയിരുന്നു അല്ലേ? ഞാൻ ഹാപ്പിയാണ്. എനിക്ക് എന്റെ ആദ്യത്തെ ഒരു പോഡ്കാസ്റ്റ് ഫീലാണ്. എന്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. എനിക്ക് ഈ ഒരു കൺസെപ്റ്റ്, അതായത് കുറെ നേരം ഒരേ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ പറ്റിയുള്ള ഡിസ്കഷൻ ചിലപ്പോൾ ബോറിംഗ് കൺസെപ്റ്റ് ആയിട്ട് വരാം. അതല്ലെങ്കിൽ ആ സംഗതിയിൽ എത്രത്തോളം തമാശകളോ ആൾക്കാരെ എൻഗേജ് ആക്കാൻ പറ്റുന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ചോളം എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഈ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ 1 മണിക്കൂർ ചിലപ്പോൾ ആൾക്കാർ കാണാൻ പറ്റുമായിരിക്കും. നമുക്ക് അതിൽ റീൽസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ആ പോസിറ്റീവ് നോട്ടിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങളെല്ലാവരും നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്യുക. ഡു വിസിറ്റ്. അല്ല, ഈ നമ്മുടെ വിറ്റ് ടോക്സിന്റെ കസ്റ്റമേഴ്സിന് നമുക്ക് ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? 50% ഡിസ്കൗണ്ട് കൂടെ റെഡി ആക്കിയല്ലോ. 50% എന്ത് വേണ്ടേ? ഞാനൊരു എന്തായാലും ഒരു പ്രൊമോ കോഡ് റെഡി ആക്കി തരാം. നമ്മൾ ഇതൊന്നും ലാഭം പ്രതീക്ഷിക്കണമായില്ല. ആൾക്കാരിൽ എത്തട്ടെ. ആൾക്കാർ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആൾക്കാർക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിന് വിലയില്ല അല്ലേ? അപ്പൊ എന്ത് സാധനത്തിന് ചെറിയ പ്രൈസെങ്കിൽ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വിലയാണ്. ആവശ്യമുള്ള ആൾക്കാർ അത് ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ. 50% ഡിസ്കൗണ്ട്. അപ്പൊ നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കുക. 50% ഡിസ്കൗണ്ടിൽ ഈ സംഭവം നമ്മളൊരു പ്രൊമോ കോഡ് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതില് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന കസ്റ്റമേഴ്സ് കപ്പിൾസിന് സിംഗിൾസിന് ആർക്കും ഉപയോഗിക്കാൻ ദീപക് എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പോൾ അത്രയുള്ളൂ. അടിപൊളി ഒരു എപ്പിസോഡായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ബൈ.